അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു കൊടുക്കുന്നു, ശപിക്കപ്പെട്ട ഇബ്ലീസ് നെഞ്ചുപൊട്ടിയിട്ട് കരഞ്ഞുപോയ 4 സമയങ്ങളിൽ ഒന്നാമത്തെ സമയം എപ്പോഴെന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ആ സുജൂദ് ചെയ്യാതെ അവനെ വിസമ്മതിച്ച സമയമുണ്ടല്ലോ. മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദമിനെ തീ കൊണ്ട് സൃഷ്ടിച്ച ഞാൻ അവിടുന്ന് സുജൂദ് ചെയ്യില്ല, ഞാനാണ് ആദമിനെക്കാളും വലിയവനെന്ന് പടച്ചറപ്പിന്റെ മുന്നിൽ പറഞ്ഞ സമയമുണ്ടല്ലോ. ഈ ലോകത്തിന്റെ അധിപനായ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ചറപ്പ് അവിടുന്ന് ഇബ്ലീസിനെ ശപിക്കുകയാ. നശിക്കപ്പെട്ടവന് എന്ന് പടച്ചറപ്പ് ശപിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന സ്വഹാബാ, ഇബ്ലീസിന് താങ്ങാൻ കഴിയുന്നില്ല. പടച്ചറപ്പ് ശപിച്ചു കഴിഞ്ഞപ്പോ ആ ഇബ്ലീസിനത് താങ്ങാൻ പറ്റിയില്ല. തന്റെ ജീവിതത്തിൽ നെഞ്ചുപൊട്ടിയിട്ട് വല്ലാതെ കരഞ്ഞു പോയ, അട്ടഹസിച്ചു പോയ, നിലവിളിച്ചു പോയ ജീവിതത്തിലെ 4 സമയങ്ങളിൽ ഒന്നാമത്തെ സമയം അത് അല്ലാഹു ശപിച്ച സമയമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ശപിച്ച സമയം അവനെ വല്ലാതെ കരഞ്ഞുപോയി, അവൻ വല്ലാതെ തകർന്നുപോയി. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, രണ്ടാമത്തെ സമയം എപ്പോഴെന്നറിയുമോ? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ. ലഹും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചുറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിലായിരുന്നല്ലോ ഇവന് ജീവിച്ചിരുന്നത്, അവിടെയായിരുന്നല്ലോ പടച്ചവനെ അല്ലാഹുവിന്റെ പരലോകത്ത് നിന്ന് പടച്ചറപ്പവനെ ദുനിയാവിലേക്ക്, ഈ ഭൂമിയിലേക്ക് പടച്ചറപ്പ് പുറത്താക്കിയ സമയമുണ്ടല്ലോ, ഈ ഭൂമിയിലേക്ക് ആട്ടിയിറക്കിയ സമയമുണ്ടല്ലോ. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച ആകാശ ലോകത്ത് നിന്ന്, സ്വർഗലോകത്ത് നിന്ന് പടച്ചറപ്പവനെ പുറത്താക്കിയപ്പോ, ഈ ഭൂമിയിലേക്ക് അല്ലാഹു അവനെ ആട്ടിയിറക്കിയപ്പോ അവനെ വല്ലാതെ നിലവിളിച്ചു സ്വഹാബാ. തന്റെ ജീവിതത്തിൽ വല്ലാതെ കരഞ്ഞുപോയ രണ്ടാമത്തെ സമയമാ. അല്ലാഹു അവനെ ഭൂമിയിലേക്ക് ആട്ടിയിറക്കിയപ്പോൾ, അല്ലാഹു അവനെ ആ ലോകത്ത് നിന്ന് ഈ ഭൂമിയിലേക്ക് അവനെ പുറത്താക്കിയപ്പോൾ അവൻ തന്റെ ജീവിതത്തിൽ വല്ലാതെ കരഞ്ഞുപോയ രണ്ടാമത്തെ സമയമാണ്. മൂന്നാമത്തെ സമയം എപ്പോഴാ? മൂന്നാമത്തെ സമയം എപ്പോഴാ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ, ആമിനയുടെ പൊന്നുമോൻ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കടന്നു വന്ന ദിവസമുണ്ടല്ലോ, ആ റബീഉൽ അവ്വൽ മാസമുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജനിച്ച ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ഈ ഭൂമുഖത്തേക്ക് കടന്നു വന്നപ്പോ ഇബ്ലീസ് വല്ലാതെ കരഞ്ഞു സഹാബാ. അവന് വല്ലാതെ കരഞ്ഞു പോയെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇബ്ലീസ് തന്റെ ജീവിതത്തിൽ നിലവിളിച്ച് അട്ടഹസിച്ച് കരഞ്ഞുപോയ മൂന്നാമത്തെ സമയം മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസം മുത്തുനബി ജനിച്ചപ്പോൾ അവൻ വല്ലാതെ കരഞ്ഞുപോയി. എങ്ങനെ കരയാതിരിക്കും? അവൻ വല്ലാതെ കരഞ്ഞുപോയ മൂന്നാമത്തെ സമയം എപ്പോഴാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4 എൻ്റെ പ്രിയപ്പെട്ടവരെ, തൻ്റെ ജീവിതത്തിൽ ഇബ്ലീസ് വല്ലാതെ കരഞ്ഞുപോയ, അവൻ തകർന്നുപോയ 4ാമത്തെ സമയം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ, നമ്മളൊക്കെ പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഫാത്തിഹ, ആ ഫാത്തിഹ എന്നാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത്, മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് 7 ആകാശം കടന്നുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് സൂറത്തുൽ ഫാത്തിഹയുമായിട്ട് ജിബ്രീൽ ഇറങ്ങി വന്ന സമയമുണ്ടല്ലോ.
സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയ സമയത്ത് ഇബ്ലീസ് വല്ലാതെ കരഞ്ഞു പോയെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് ഈ ശപിക്കപ്പെട്ടവന് കരഞ്ഞുപോയ സമയമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ജനനം കൊണ്ടവൻ കരഞ്ഞുപോയെന്ന് ചരിത്രം അവിടുന്ന് പറയുമ്പോ അള്ളാന്റെ റസൂലാരാ മുത്തുനബിയുടെ മുഅ്ജിസത്തുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രവാചകന്റെ മഹത്വത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ മുഅ്ജിസത്തുകൾ ഉണ്ടല്ലോ. ഒന്നാമതായിട്ട് നാം അവിടുന്ന് പ്രവാചകനെ കുറിച്ച് പഠിച്ചല്ലോ, അള്ളാന്റെ റസൂൽ ആരാണെന്ന് പഠിച്ചല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു ആദരിച്ചത് എങ്ങനെയാണ്, ആ പ്രവാചകന്റെ മുഅ്ജിസത്തുകൾ എങ്ങനെയാണ്? ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, ആ പ്രവാചകന്മാർക്ക് മുഴുവനും ഇമാമത്തായി നിന്ന് നിസ്കരിച്ച ലോകത്തെ ഏക പ്രവാചകൻ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ മാത്രമേ ലോകത്ത് കടന്നു വന്ന സർവ്വ പ്രവാചകന്മാർക്കും ഇമാമായി നിസ്കരിച്ചിട്ടുള്ളൂ. രണ്ടാമത്തെ മുഅ്ജിസത്ത് എന്താ? ചന്ദ്രനെ പിളർത്തിയ നബിയാ. അവിടുന്ന് ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തല്ലോ, അത് പ്രവാചകന്റെ ഒരു മുഅ്ജിസത്തായിരുന്നു. മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം ഇങ്ങനെ വന്നല്ലോ, സഹാബത്ത് ഒതുപെടുത്തല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബികള് പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈവിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം ഒലിച്ച് വന്നപ്പോ ആ വെള്ളത്തിൽ ഒതുപെടുത്തെന്ന് പറഞ്ഞു തന്നത് മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു. അവിടുന്ന് പ്രവാചകന്റെ കൈവിരലിൽ നിന്ന് വെള്ളമൊലിച്ചു വന്നപ്പോ അവിടുന്ന് ഒതുപെടുത്തല്ലോ. നാലാമതായിട്ടോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മുനീരുണ്ടല്ലോ, അവിടുത്തെ വിയർപ്പുണ്ടല്ലോ, അവിടുത്തെ ശരീരമുണ്ടല്ലോ, എല്ലാത്തിലും ബറക്കത്തും ശിഫാഉമാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മുനീര്, ആ പ്രവാചകന്റെ വിയർപ്പ്, ആ പ്രവാചകന്റെ ശരീരം, ഇതെല്ലാം ബർക്കത്തായിരുന്നു, ഇതെല്ലാം വലിയ ഔഷധമായിരുന്നു. ചരിത്ര സഹിതം നമ്മൾ പഠിച്ചവരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കാറ്റുകൊണ്ട് സഹായിച്ചല്ലോ. അവിടുന്ന് കാറ്റുകൊണ്ട് സഹായിച്ചല്ലോ. ജവാമിഉൽ കലിം എന്ന് പറയുന്ന ജവാമിഉൽ കലിം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി അല്ലാഹു അവിടുന്ന് നൽകപ്പെട്ടല്ലോ. പിന്നെ പ്രവാചകന്റെ മുഅ്ജിസത്ത് എന്താ? ഈന്തപ്പന മരത്തിന്റെ കുറ്റിയുണ്ടല്ലോ, ഒരു ഈന്തപ്പന മരത്തിന്റെ തേങ്ങല് പോലും അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് കേൾക്കുകയാണ്. അത് പ്രവാചകന്റെ മുഅ്ജിസത്തായിരുന്നു. ഇനി അടുത്ത അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത മുഅ്ജിസത്ത് എന്താ? മഹാനായ അൻ അബ്ദുല്ലാഹി ഇബ്നു ജൗഫർ റളിയല്ലാഹു തആല അൻഹു ഖാല അർദഫനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൽഫഹു ദാത യൗമിൻ ഫഅസറ ഇലയ്യ ഹദീസാ ലാ ഉഹദ്ദിസു ബിഹി അഹദൻ മിനൻ നാസ് വകാന അഹബ്ബു മസ്തറ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിഹാജതിഹി ഹദഫാ ഔ ഹായിസ നഹ്ലി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു മുഅ്ജിസത്ത് കൂടെ നമുക്ക് പഠിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജൗഫർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ എൻ്റെ പുറകിൽ വാഹനപ്പുറത്തിരുന്ന് യാത്ര ചെയ്യുകയാണ്. മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ കൂടെ ഒട്ടകപ്പുറത്തിരുന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ്. അങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.
അങ്ങനെയുണ്ട് ഏതെങ്കിലും നേതാവ് ഇരിക്കുമോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം നോക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്ത് അങ്ങനെ മുന്നിലിരുന്ന് പുറകിലിരുന്നവരില്ല. അന്നൊരു വണ്ടിയല്ലേ ഉള്ളൂ. അന്ന് യാത്ര ചെയ്യുമ്പോൾ ഒരുമിച്ചിരുന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജൗഫർ റളിയല്ലാഹു തആല അൻഹു അവർ ഒരുമിച്ചിരുന്നാണ് യാത്ര ചെയ്യുന്നത്, മുന്നിലും പുറകിലുമായിരുന്നു. അങ്ങനെ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ ഒരുക്കി ഒരു സംഭവം ഏറെ കൗതുകമായിട്ട് സഹാബി പറയും, എനിക്ക് അത്ഭുതം തോന്നിയ ഒരു സംഭവത്തെക്കുറിച്ച് അവിടെ നിന്ന് വിശദീകരിക്കുകയാണ്. എനിക്കൊരു വലിയ സംഭവം കൗതുകമായി തോന്നി. ഞാൻ ഒരാളോടും അത് പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആവശ്യ നിർവഹണത്തിന് വേണ്ടി മറ സ്വീകരിക്കുന്നത് ഉയർന്ന സ്ഥലം അല്ലെങ്കിൽ ഈന്തപ്പനയോ അങ്ങനെ തൈകളോ അങ്ങനെ എന്തെങ്കിലും സ്ഥലങ്ങളില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മലമൂത്ര വിസർജനം നടത്തുക യാത്രകളിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒന്നുകിൽ ഉയർന്ന സ്ഥലങ്ങളിൽ പോയിരിക്കും, അതല്ലെങ്കിൽ ഏതെങ്കിലും മറകൾ സ്വീകരിക്കും. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ആവശ്യങ്ങൾ നിർവഹണത്തിൽ സ്വീകരിച്ചിരുന്നത്. മഹാനായ അബ്ദുള്ള പറയാണ്, ജൗഫർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു അൻസാരിയായ സ്വഹാബിയുടെ തോട്ടത്തിലേക്ക് കയറി ചെന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്നിട്ട് കയറിയിരുന്നേ ഷാ നിങ്ങളൊക്കെ എന്തിനാ അകന്നിരിക്കണ? അകന്നു പോയില്ല ഷാ നടത്തി ഇടങ്ങോട്ട് എഴുന്നിട്ട് ഇവിടെ എങ്ങനെ നാസറിനോടൊപ്പം ബുക്കട് നാസറിന് അവിടെ കയറി ഇൻഷാ അല്ലാഹ്. വലിയ ആൾക്കാർ അൻസാരി എല്ലാവരും വരാൻ താമസിക്കുമ്പോൾ ഉള്ളവർ കയറിയിരിക്കണം. സെക്രട്ടറിയൊക്കെ വരുന്നേ ഉള്ളൂ ഇൻഷാ അല്ലാഹ്. തിരക്കല്ലേ എല്ലാവരും? അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജൗഫർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞാനും മുത്തുനബിയും ഒരുമിച്ച് ഒരു വാഹനത്തിൽ സഞ്ചരിക്കുകയാണ്. മുത്തുനബി എൻ്റെ പുറകിലിരിക്കുകയാണ്. ആ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രവാചകൻ മലമൂത്ര വിസർജനം നടത്തുന്നതിന് വേണ്ടി പ്രവാചകൻ ഒന്നുകിൽ ഉയരമുള്ള സ്ഥലം അല്ലെങ്കിൽ മരങ്ങളും മറ്റുള്ള കാര്യങ്ങളുള്ള സ്ഥലം, അങ്ങനെയുള്ള സ്ഥലങ്ങളാ തിരഞ്ഞെടുക്കുക. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു അൻസാരിയായ സഹാബിയുടെ ഈന്തപ്പന തോട്ടത്തിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി കടന്നുപോയി. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നുപോയി. നബിയെ കണ്ടപ്പോൾ ഒരു ഒട്ടകം വല്ലാതെ കരയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപ്പോൾ ഒരു ഒട്ടകം വല്ലാതെ കരയുകയാണ്. ആ ഒട്ടകം ഇങ്ങനെ തേങ്ങിക്കരയുകയാണ്. അതിന്റെ കണ്ണുകളിലൂടെ അല്ലാഹുവിന്റെ റസൂല് നോക്കുമ്പോ സ്വഹാബി പറയുകയാണ്, ഒട്ടകത്തിന്റെ കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. വല്ലാതെ തേങ്ങുന്നുണ്ട്, വല്ലാതെ തേങ്ങിക്കരയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഒട്ടകം കരയുന്നത് കണ്ടപ്പോ റസൂലുള്ളാഹിനെ സഹിക്കില്ലല്ലോ. കാരണം കാരുണ്യത്തിന്റെ പ്രവാചകനാ. വമാ അർസൽനാക ഇല്ലാ റഹ്മ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഒട്ടകത്തിന്റെ പരാതി കേൾക്കുകയാണ്. മുത്തുനബി അതിന്റെ മുകളിൽ ഇങ്ങനെ കൈകൊണ്ട് തലോടുമ്പോൾ അതിന്റെ കരച്ചൽ മാറുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് അവിടുന്ന് ഒട്ടകം സംസാരിക്കുകയാ. മുത്തുനബിയോട് ഒട്ടകം അവിടുന്ന് പരാതി പറയുകയാണ്. റസൂലുള്ളാഹി ചോദിക്കുന്നു, ആരാ ഈ ഒട്ടകത്തിന്റെ യജമാനനാരാ? ഇതാരുടെ ഒട്ടകമാണ്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ നിന്ന് ചോദിക്കുന്നു, ആരുടേതാണ് ഈ ഒട്ടകം? പടച്ചവനെ, അൻസാരിയായ ഒരു ചെറുപ്പക്കാരൻ വന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്റെ ഒട്ടകമാണ് നബിയേ, എന്റെ ഒട്ടകമാണ് നബിയേ. ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹു നിനക്ക് ഉടമപ്പെടുത്തി തന്നിരിക്കുന്ന ഈ മൃഗത്തിന്റെ കാര്യത്തിൽ നീ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. നിനക്ക് അല്ലാഹുവിനെ സൂക്ഷിച്ചുകൂടെ? ഈ ഒട്ടകത്തിന് അല്ലാഹു നിനക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുകയാണ്.
നിന്റെ ആവശ്യങ്ങളെ നടത്തുന്നതിന് വേണ്ടി. പക്ഷേ നീ അള്ളാഹുവിനെ ഭയക്കണം. ഈ ഒട്ടകത്തിന്റെ വിഷയത്തിൽ നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. കാരണം അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നീ അതിനെ പട്ടിണിക്കിടുന്നുണ്ട്, നീ അതിനെ പട്ടിണിക്കിടുന്നുണ്ട്, നീ അതിനെ ഭാരിച്ച ജോലികൾ ചെയ്യിക്കുന്നുണ്ട്, നീ അതിനെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. ആ മൃഗം എന്നോട് ആ പരാതി പറഞ്ഞെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒട്ടകം കരയ. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജൗഫ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒട്ടകം കരയുന്നു, കണ്ണിലൂടെ കണ്ണുനീരൊഴുകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്ത് ചെന്നിട്ട് ഒട്ടകത്തിന്റെ ചെവിയുടെ മുകളിൽ ഇങ്ങനെ തടകി സമാധാനിപ്പിച്ചു. അതിന്റെ കരച്ചിൽ മാറി. അത് പ്രവാചകനോട് എന്തോ പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒട്ടകത്തിന്റെ മുതലാളിയെ വിളിച്ചിട്ട് പറയുന്നു, ആരാ? സഹാബി ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നപ്പോ പറഞ്ഞു കൊടുത്തു, എടാ, അള്ളാഹു നിനക്കിതിനെ അധീനതപ്പെടുത്തി തന്നിരിക്കുന്നു, നീ അള്ളാനെ സൂക്ഷിക്ക്. നീ ഇതിന് നേരെ ചൊവ്വ ഭക്ഷണം കൊടുക്കുന്നില്ല, നീ നേരെ ചൊവ്വ ഇതിന് ഭക്ഷണം കൊടുക്കുന്നില്ല, ഇതിന് നീ പട്ടിണിക്കിടുന്നു. അത് മാത്രമല്ല, ഇതിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ ജോലി നീ ഇതിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. ഇത് എന്നോട് ആവലാതി പറയുന്നു, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഒട്ടകത്തിന്റെ പ്രയാസം, ഒരൊട്ടകത്തിന്റെ സംസാരം പോലും മഹാനായ നബിയിന റസൂലുള്ളാഹി അവിടെ നിന്ന് കേട്ടുകൊണ്ട് ആ ഒട്ടകത്തിന്റെ വിഷയത്തിൽ പ്രവാചകൻ അവിടെ നിന്ന് പരിഹാരം കണ്ടെത്തി എന്ന് ചരിത്രം പറയുമ്പോൾ ഇത് മുത്തുനബിയുടെ ഒരു മുഅ്ജിസത്തായിരുന്നു. ആ മൃഗത്തിന്റെ സംസാരം കേൾക്കാനുള്ള കഴിവ് അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഇതിനകത്ത് പഠിക്കണം. വീട്ടിൽ മൃഗങ്ങളെ വളർത്തുന്നവർ ഇല്ലേ, മൃഗങ്ങളെ വളർത്തുന്നവർ വളരെ ക്രൂരമായ രീതിയിൽ ഭക്ഷണം കൊടുക്കാറില്ല. പോത്തിന് വല്ലതും കൊടുത്തോപ്പോ നിവേദനത്തിന് ഇറക്കാനുള്ള പോത്ത് മഴവെള്ളം പെയ്ത് അത് അതിനെ പിടിച്ച് അകത്ത് കെട്ടിടാത്ത എന്താ? വെള്ളം കൊടുത്ത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അള്ളാഹുടെ മുന്നിൽ കണക്ക് പറയേണ്ടി വരും നാസറൻ അല്ലേ? അൽഹംദുലില്ലാഹ്. അള്ളാഹുടെ മുന്നിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം. എന്താ അകത്ത് പിടിച്ച് കെട്ടാത്ത എന്താ? അല്ല, ആ കെട്ടിനകത്ത് കയറ്റി കെട്ട മഴ നനയാതെ കിടക്കൂലേ? പോത്തിന് മഴ നനയണം. ശരി, അത് നനയേണ്ട സമയത്ത് ഇറങ്ങി നനഞ്ഞോളൂ. അകത്ത് കയറി കിടക്കാനുള്ള രീതിയിലെ കയറും കെട്ടി നീട്ടി കെട്ടിയ. അൽഹംദുലില്ലാഹ്. അള്ളാഹു അത് വാങ്ങിയവർക്ക് അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഇൻഷാ അല്ലാഹ് നമ്മുടെ നബിദിനത്തിന് അൽഹംദുലില്ലാഹ് പരിശുദ്ധമായ നബിദ് റബീഉൽ അവ്വൽ 12 ഇറക്കാൻ വേണ്ടിയുള്ളതാ. 2 കൂടെ നാളെ മേടിക്കും കേട്ടോ ഇൻഷാ അല്ലാഹ്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അമീൻ പറ. സജ്ജനൊന്നും കാണാനില്ല, പോത്ത് വാങ്ങാൻ പോകുമ്പോൾ കേട്ടോ, നാളെ കാണണം കേട്ടോ ഇൻഷാ അല്ലാഹ്. അവന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നീ അതിനെ പ്രയാസപ്പെടുത്തരുത്, അത് എന്നോട് ആവലാതി ബോധിപ്പിച്ചിരിക്കുന്നു എന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസ്, അൻ ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു അഖ്ബൽനാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫരിൻ ഹത്താ ഇദാ ദഫഅനാ ഇലാ ഹായിതിൻ മിൻ حيتان بني النجار إذا فيه جمل لا يدخل الحائط أحد إلا اشتد عليه. മഹാനായ ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്. മഹാനവറുകൾ പറയുന്നു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ യാത്രയ്ക്ക് മുന്നിട്ടു. അങ്ങനെ ഞങ്ങൾ ബനൂ നജ്ജാറുകാരുടെ ഒരു തോട്ടത്തിന്റെ അടുത്ത് ഇങ്ങനെ എത്തുകയാണ്. ബനൂ നജ്ജാർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന്റെ തോട്ടത്തിന്റെ അടുത്തെത്തുന്നതുവരെ യാത്ര ഇങ്ങനെ തുടരുകയാണ്. അപ്പോഴതാ അതിൽ ഒരു ഒട്ടകം, ആ ഒട്ടകം ആ തോട്ടത്തിൽ കയറുന്നവരെ എല്ലാവരെയും പ്രയാസപ്പെടുത്തുകയാ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഇങ്ങനെ യാത്ര പോകുമ്പോൾ ബനൂ നജ്ജാർ എന്ന് പറയുന്ന ഒരു ഗോത്രം, അവരുടെ ഗോത്രത്തിലെ ഒരു തോട്ടമുണ്ട്. ആ തോട്ടത്തിനകത്ത് കയറുന്നവരെ മുഴുവനും ശല്യപ്പെടുത്തുന്ന ഒരൊട്ടകം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആര് കയറിയാലും ബുദ്ധിമുട്ടിക്കും ഇല്ലേ? അതങ്ങനെ ചില സാധനങ്ങൾ പരിചയമില്ലാത്തവർ കയറിയ അങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു. ഒരാൾക്കും ആ ഒട്ടകത്തിന്റെ ബുദ്ധിമുട്ടില്ലാതെ അകത്തേക്ക് കിടക്കാൻ കഴിയില്ല. അങ്ങനത്തെ അവസ്ഥ. ജാബിർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതിനെ പറ്റിയിട്ട് പരാതി പറഞ്ഞു. നബിയോട്, ചങ്ങ വലിയ ഉപദ്രവ, ഒരാളെയും അകത്തേക്ക് കയറുന്നില്ല, ഒന്നീ ചവിട്ട് അല്ലെങ്കിൽ കുത്ത്, വലിയ ബുദ്ധിമുട്ട്, പ്രയാസപ്പെടുത്തുന്നു ആരെയും.
അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതിനെക്കുറിച്ച് പരാതി പറഞ്ഞു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ തോട്ടത്തിന്റെ അടുത്ത് വന്നു. എന്നിട്ട് ആ ഒട്ടകത്തെ അവിടെ നിന്ന് വിളിച്ചു. അപ്പോൾ അത് അടുത്തേക്ക് വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എല്ലാവരെയും പ്രയാസപ്പെടുത്തുന്ന ബുദ്ധിമുട്ടിക്കുന്ന ആ ഒട്ടകത്തിനെ പ്രവാചകൻ അവിടെ നിന്ന് വിളിക്കുമ്പോ അത് പടച്ചവനെ അതിന്റെ ചുണ്ട് നിലത്ത് വെക്കുന്ന അവസ്ഥയിലാണ് വന്നത്. അവിടെ നിന്ന് ചരിത്രം പറയുകയാ. മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അതിന്റെ ചുണ്ടുകൾ ഇങ്ങനെ താഴെ എത്തുന്ന രീതിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചപ്പോ അതിന്റെ ചുണ്ടിങ്ങനെ താഴെ തട്ടുന്ന രീതിയിൽ താഴ്മയോടുകൂടി മുത്തി നബിയല്ലേ വിളിച്ചത്, അള്ളാന്റെ റസൂലല്ലേ വിളിച്ചത്. ചുണ്ട് നിലത്ത് വെക്കുന്ന അവസ്ഥയിലാണ് അത് അടുത്തേക്ക് വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നങ്ങ് മുട്ടുകുത്തുകയാ. ആ ഒട്ടകത്തെ വിളിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചപ്പോ തല ഇങ്ങനെ താഴ്ത്തി പിടിച്ചിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നിട്ട് അത് മുട്ടുകുത്തിയിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് കടിഞ്ഞാണ് ഇടുകയും അതിന്റെ ഉടമസ്ഥനിലേക്ക് അത് ഏൽപ്പിക്കുകയും ചെയ്തു എന്ന് മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എല്ലാവരെയും പ്രയാസപ്പെടുത്തുന്ന, എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒട്ടകത്തെക്കുറിച്ച് പരാതി പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് വാ എന്ന് വിളിച്ചപ്പോൾ തല താഴ്ത്തി പിടിച്ചു ബഹുമാനത്തോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ താഴ്മയോടുകൂടി വന്നിട്ട് മുട്ടുകുത്തി ഇരുന്നു കൊടുത്തു ആ ഒട്ടകം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ കടിഞ്ഞാണിട്ട് കൊടുത്തു. അതാണ് ചില പോത്തിനൊക്കെ മൂക്കയറിടുന്നത്, അല്ലേ? ഇതൊക്കെ തെളിവില്ലേ? അള്ളാഹു പഠിക്കാം. ഈ മൂക്കയറിട ചില പോത്തിനും ഒക്കെ കടന്ന് ബഹളം വെക്കുന്നതിന് മൂക്കയറിടുന്നില്ലേ റസൂലുള്ള? അതിന് ചിലതിനൊക്കെ ബഹളം മുടങ്ങുമ്പോഴാണ് മൂക്കയറൊക്കെ ഇടുന്നത്. ആ ഒട്ടകത്തിന് മൂക്കയറിട്ട് കൊടുത്തു മഹാനായ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. പിന്നെ ജനങ്ങളിലേക്ക് തിരിഞ്ഞുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആകാശഭൂമികൾക്കിടയിൽ അനുസരണക്കേടുകാരായ ജിന്നുകളും മനുഷ്യരുമല്ലാതെ യാതൊന്നും തന്നെ ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ എന്ന് അറിയാത്തതില്ല എന്ന് നബിയന റസൂലുള്ളാഹി. നമ്മൾ പഠിക്കേണ്ട കാര്യം, റസൂലുള്ളാഹി തങ്ങൾ എന്നിട്ട് സഹാബത്തിന്റെ എതിരെ തിരിഞ്ഞു നിന്നിട്ട് പറയുക, മനുഷ്യനും ജിന്നുകളും അല്ലാതെ ബാക്കി എല്ലാവർക്കും അറിയാം ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് എല്ലാവർക്കും അറിയാം. അത് മൃഗങ്ങളാണെങ്കിലും സർവ്വചരാചരങ്ങൾക്കും അറിയാം. ചില ഇരുകാലികൾക്ക് അറിയാത്തത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എത്ര സത്യമല്ലേ, അല്ലേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചിട്ട് അറിയാത്ത എത്ര പേർക്കാ? മനുഷ്യനും ജിന്നുകളും മാത്രമേ ഉള്ളൂ. അതിൽ കുറച്ച് ആൾക്കാർക്ക് മാത്രം, ബാക്കി എല്ലാവർക്കും, ആകാശഭൂമികൾക്കിടയിലുള്ളവരെല്ലാവരും, ഈ രണ്ട് വിഭാഗമല്ലാതെ ബാക്കി എല്ലാവരും അള്ളാഹുവിൻ്റെ റസൂലിന് മൃഗങ്ങളാകട്ടെ എന്തുമാകട്ടെ എന്നും അനുസരണക്കേട് കാണിക്കാറില്ല എന്ന് നബിയന റസൂലുള്ളാഹി. നമ്മൾ മാത്രമേ കാണിക്കാറുള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇപ്പം മനസ്സിലായോ? ചിലതൊക്കെ കാണിക്കുന്നത് കൊണ്ടാണ്. ചിലതൊക്കെ ഇതൊക്കെ രവിദിനം വരുമ്പോഴും ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഇതൊന്നും ഇല്ല, ഇതൊക്കെ അത് മറ്റേത് മറിച്ചത് പാപം, പോതരുത്, എങ്ങനെ ചെയ്യും, ഇതൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാ? മൃഗങ്ങൾക്ക് ബോധമുണ്ട്, നാൽക്കാലികൾക്ക് ബോധമുണ്ട്, ഇരുകാലികൾക്ക് ബുദ്ധി കൂടിപ്പോയി. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ തോട്ടത്തിൽ ആര് പ്രവേശിക്കുമ്പോഴും അതിൻ്റെ ഉപദ്രവം സഹിക്കേണ്ടി വരുമായിരുന്നു. നബി അതിനെ വിളിച്ചു. അപ്പോൾ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ സ്നേഹത്തോടെ താഴ്മയോടുകൂടി വന്ന് പ്രവാചകന്റെ മുന്നിൽ വന്നു നിന്നു എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം ലോകത്തിന് കാരുണ്യമായിട്ടാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. ലോകത്തിന് കാരുണ്യമായിട്ട്, ലോകം മുഴുവനും അയക്കപ്പെട്ടിരിക്കുന്ന, ലോകം മുഴുവനും ജീവികൾ എന്തുമാകട്ടെ, മനുഷ്യനാകട്ടെ, സർവരുടെയും കാരുണ്യമായിട്ട് അനുഗ്രഹമായിട്ടാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രവാചകന്റെ മുഅ്ജിസത്തായിരുന്നു ഒട്ടകത്തിന്റെ പരാതി കേട്ടു, ഒട്ടകത്തിന്റെ സംസാരം മനസ്സിലാക്കി. പ്രവാചകൻ വിളിച്ചപ്പോൾ ജനങ്ങൾക്ക് മുഴുവനും ഉപദ്രവമായി നിന്നിരുന്ന ഒട്ടകം പ്രവാചകന്റെ മുന്നിൽ താഴ്മയോടുകൂടി വന്ന് മുട്ടുകുത്തിയിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി പ്രവാചകന്റെ മുഅ്ജിസത്ത് എന്താ?
ക്ഷമയോടുകൂടി ഇരുന്ന് പഠിക്കണം. ആരാണ് മുത്തുനബി എന്ന് പഠിക്കാൻ, അള്ളാന്റെ റസൂൽ ആരാണെന്ന് പഠിക്കുന്നതിന് വേണ്ടിയാണ് ഇതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇനി ആരെന്നറിയുമോ? അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു കുന്നാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫരിൻ ഫഅഖബല അറാബി ഫലമ്മാ ദന്ന മിൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്ന തുരീദു ഖാല ഇലാ അഹ്ലി قال هل لك إلى خير قال ما هو قال تشهد أن لا إله إلا الله وحده لا شريك له وأن محمدا عبده ورسوله. അല്ലാഹുവേ, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, ഞങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു അറാബിയെ കാണുന്നത്. ഒരു അറാബിയായ മനുഷ്യനെ കാണുകയാണ്, ഒരു യാത്രക്കാരനായ അറാബിയെ കാണുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്തേക്ക് വിളിക്കുകയാ. യാത്ര ചെയ്തു പോകുന്ന ഒരു അറാബിയെ അല്ലാഹുവിന്റെ റസൂൽ അവിടെ അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാ, അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ചോദിച്ചു, എവിടേക്കാണ് താങ്കൾ പോകുന്നത്? ഈ യാത്ര എവിടേക്കാണ്? ആ മനുഷ്യൻ പറയുന്നു, ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് പോവുകയാണ്, ഞാൻ എൻ്റെ വീട്ടുകാരിലേക്ക് കടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ചോദിച്ചു, താങ്കൾക്ക് വല്ല നന്മയും വേണോ? റസൂലുള്ളാഹി ചോദിക്കുകയാണ്, യാത്രക്കാരനാണല്ലോ, കുടുംബക്കാരിലേക്ക് പോകുകയാണല്ലോ, എന്തെങ്കിലും ഒരു നന്മ നിനക്ക് വേണോ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോ ആ മനുഷ്യൻ അവിടെ നിന്ന് ചോദിക്കുന്നു, അതെന്താണ്, എന്താണ് നന്മ, എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ ആ മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ആരാധനയ്ക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല. ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ്, ഞാൻ ആ മുത്തുനബിയുടെ ആ അല്ലാഹുവിന്റെ ദൂതനാ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ ആ മനുഷ്യൻ അവിടെ നിന്ന് ചോദിക്കുകയാണ്, ഞാൻ മുഹമ്മദ് അല്ലാഹുവിന്റെ അടിമയും ദൂതനുമാണെന്ന് സാക്ഷ്യം വഹിക്കുക. അവിടെ ഇസ്ലാമിലേക്ക് കടന്നു വരിക. ഷഹാദത്ത് കലിമയുടെ അർത്ഥം മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആ മനുഷ്യൻ അവിടെ നിന്ന് ചോദിക്കുകയാ, താങ്കൾ പറയുന്നത് ആരെല്ലാം സാക്ഷ്യം വഹിക്കും? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ആരാധനയ്ക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹുമില്ലെന്നും ഈ മുഹമ്മദ് അല്ലാഹുവിന്റെ പ്രവാചകനും അടിമയുമാണെന്ന് ആരാണ് സാക്ഷ്യം വഹിക്കുന്നത്? മുത്തുനബിയോട് ആ അറാബി ചോദിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഈ കാണുന്ന സലാമാ വൃക്ഷമുണ്ടല്ലോ, ആ മലഞ്ചെരുവിലെ ഒരു വൃക്ഷം കാണിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ കാണുന്ന വൃക്ഷം സാക്ഷ്യം വഹിക്കും, ഈ കാണുന്ന മരങ്ങൾ സാക്ഷ്യം വഹിക്കും. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, ഈ താഴ്വരയിൽ കാണുന്ന മരങ്ങളുണ്ടല്ലോ, ഈ മരങ്ങൾ സംസാരിക്കും, ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ഈ മരങ്ങൾ പറഞ്ഞു തരും. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അറാബിയായ മനുഷ്യൻ പറയുകയാണെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞു തരാൻ, അവിടെ നിന്ന് കാണിച്ചു തരാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ താഴ്വരയിൽ നിൽക്കുന്ന മരത്തിന്റെ നേരെ ഇങ്ങനെ കൈ ഉയർത്തുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ മരത്തിന്റെ നേരെ അവിടെ നിന്നിങ്ങനെ കൈനീട്ടുകയാണ്. അല്ലാഹുവേ, ആ വൃക്ഷത്തെ പ്രവാചകൻ അടുത്തേക്ക് വിളിക്കുമ്പോ ആ വൃക്ഷം മുത്തുനബിയുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. വേരുകൾ മുഴുവനും ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങി നിന്ന മരമുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂല് വിളിക്കുമ്പോ അതിങ്ങനെ ചരിഞ്ഞു വരികയാ. ലോകത്തിന്റെ നേതാവല്ലേ വിളിക്കുന്നത്, അല്ലാഹുവിന്റെ റസൂലല്ലേ വിളിക്കുന്നത്. ആ വിളിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ അവിടെ നിന്ന് പഠിപ്പിച്ചല്ലോ. എന്റെ സഹോദരാ, അല്ലാഹുവിന്റെ മുന്നിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ പ്രവാചകൻ
റബ്ബിന്റെ വിളി വന്നു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ ഒരാൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫർദാണ് നമസ്കരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ പടച്ച റബ്ബിന്റെ മുന്നിൽ കൈകെട്ടികെട്ട് നമസ്കരിക്കുകയാ. അതാ ഫർദ് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് റസൂലുള്ള വിളിക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കയ്യങ്ങ് താഴ്ത്തിയിടണം. ഫർദ് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചാൽ, അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു കഴിഞ്ഞാ വിളിക്കുത്തരം നൽകണമെന്നാണ്. കൈയടിച്ചിട്ട് ചോദിക്കണം, എന്തേ നബിയേ? എന്റെ പ്രിയപ്പെട്ടവരെ, സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ പ്രിയപ്പെട്ട മാതാവ് വിളിച്ചാ നിങ്ങൾ വിളിക്ക് ഉത്തരം നൽകണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഫർദ് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഫർദ് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ച ഉടനെ അടുത്തു പോകണം, കൈയടിച്ചേക്കണം. എന്തേ നബിയെ? അതാ സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഉമ്മ വിളിച്ച കൈയടിക്കണം. എന്തേ ഉമ്മ എന്ന് ചോദിക്കണം, നിസ്കരിച്ചുകൊണ്ടിരിക്കണോന്നല്ല. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചപ്പോ ആ മരയിങ്ങ് വരിക. കാരണം മുത്തി നബിയാ വിളിക്കണേ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് വിളിക്കുന്നത്. വിളിച്ച ഉടനെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് വന്നു നിന്നു. നിന്നതു മാത്രമല്ല, 3 പ്രാവശ്യം അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, 3 പ്രാവശ്യം അവിടെന്ന് സാക്ഷ്യം വഹിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരത്തിനോട് പറയുകയാണ്, 3 പ്രാവശ്യം നീ അവിടെന്ന് സാക്ഷ്യം വഹിക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, അറാബിയായ മനുഷ്യന്റെ മുന്നിൽ നിന്നിട്ട് ആ മരം പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു മരമങ്ങ് സംസാരിക്കുകയാ, ഒരു മരം അവിടെന്ന് സംസാരിക്കുകയാണ്. 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യം അവിടെന്ന് ഷഹാദത്ത് കലിമ അവിടെന്ന് മരം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ആ മരത്തിനോട് പറഞ്ഞു, പഴയ സ്ഥലത്ത് പോയി നിൽക്കാൻ. അതുപോലെ മരമങ്ങ് തിരിച്ചു പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് കെട്ടുകഥയല്ല, ഇതാരെങ്കിലും വെറുതെ പറഞ്ഞു തന്ന കഥയല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്നു ഹിബ്ബാന്റെ കിതാബിൽ രചിച്ചു വെച്ചിരിക്കുന്നതാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് വിളിച്ചപ്പം മരം അടുത്തു വന്നു. റസൂലുള്ളാഹി പറഞ്ഞു, ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കാൻ. 3 പ്രാവശ്യം അവിടെ നിന്ന് പറയുകയാണ്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോ മരത്തിനോട് പറഞ്ഞു തിരിച്ചു പോയി നിൽക്കാൻ. അതുപോലെ മരം പഴയ സ്ഥലത്തേക്ക് പോയി നിൽക്കുകയാണ്. അറാബിയ മനുഷ്യൻ അവിടെ നിന്ന് പറയുകയാ. ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ എന്റെ കുടുംബക്കാരിലേക്ക്, എന്റെ സമുദായത്തിലേക്ക്, എന്റെ വീട്ടുകാരുടെ മുന്നിൽ പോയിട്ട് ഞാനിത് പറഞ്ഞു കൊടുക്കും. അവർ വിശ്വസിച്ചാൽ ഞാൻ മുസ്ലിം ആയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുകയാ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടെ നിന്ന് സഹാദത്ത് കലിമ പറഞ്ഞു മുസ്ലിമാവുകയാണ്. എന്നിട്ട് പറയുന്നു, നബിയേ, ഞാൻ എന്റെ കുടുംബക്കാരോട്, ഞാൻ എന്റെ ഗോത്രക്കാരോട് ഞാൻ പോയിട്ട് ഇതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും നബിയേ. അവരെല്ലാവരും ദീനിലേക്ക് കടന്നു വന്ന ഞാൻ മുത്തുനബിയുടെ മുന്നിലേക്ക് കൊണ്ടുവരും. ഇല്ലെങ്കിൽ ഞാൻ അവരെ ഉപേക്ഷിച്ചിട്ട് ഇനിയുള്ള കാലം അങ്ങയുടെ കൂടെ കഴിയാൻ തിരിച്ചു വരും നബിയേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടെ പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ ഒരു മരത്തിനോട് പോലും അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് സംസാരിക്കുകയാണ്. മുത്തുനബി വിളിച്ചപ്പം മരം പോലും അടുത്ത് വരികയാ. ഇതുപോലെ മറ്റൊരു സംഭവം കാണാം. ഇതൊന്നല്ല, ഇതുപോലെ വേറെയും സംഭവമുണ്ട്. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു ഖാല സിർനാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ നസൽനാ വാദിയൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. വിശാലമായ ഒരു താഴ്വരയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തും
ചുറ്റും ഒരു വിശാലമായ താഴ്വരയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. യാത്ര ഇങ്ങനെ ചെയ്യുകയാണ്. അപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മലമൂത്ര വിസർജനം നടത്താം. ഒരു താഴ്വരയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മലമൂത്ര വിസർജനം നടത്തണം. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ അങ്ങനെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി വെള്ളപാത്രവുമായി അവിടെ നിന്നിങ്ങനെ പോവുകയാണ്. ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരു മലഞ്ചെരുവിന്റെ ഭാഗത്തുകൂടെ ഞങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മലമൂത്ര വിസർജനം നടത്തുന്നതിന് വേണ്ടി പ്രവാചകൻ ഇറങ്ങിപ്പോയി. ഞാൻ വെള്ളവുമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുറകെ പോയി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മറ സ്വീകരിക്കുവാൻ എന്തെങ്കിലും ഒരു മറ കിട്ടുന്നതിന് വേണ്ടി മരുഭൂമിയാ. റസൂലുള്ളാഹി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊരു മറ വേണം. മറ കിട്ടാതെ വന്നപ്പോൾ ഇങ്ങനെ തരയാ. നമ്മളോ നാട് റോഡിൽ നിന്ന് മൂത്രമൊഴിക്കും. അല്ലാഹു കാക്കമാറാകട്ടെ. എന്ത് മറ നമുക്ക് എന്ത് മറ കണ്ടിട്ടില്ലേ? വണ്ടി പോകുന്നവൻ അങ്ങോട്ട് നിർത്തിയിട്ട് പെട്രോൾ അടിക്കുക. എവിടെ? നാട് റോഡിൽ നിന്നിട്ട് പെടുക്കുക. പ്രായമുള്ളവനും പ്രായമില്ലാത്തവനും. ഓന് കഴുകലുമില്ല, ഒന്നുമില്ല. അല്ലാഹു കാക്കമാറാകട്ടെ. ആമീൻ പറ. ഓൻ എന്തെങ്കിലും ഉണ്ടോപ്പാ? എന്തെങ്കിലും ഉണ്ടാ? നിങ്ങൾ പറ, എന്തെങ്കിലും ഉണ്ടാ? നിങ്ങൾക്കല്ലേ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഒരു ഖബറിന്റെ ചാരത്തുകൂടി ഇങ്ങനെ നടന്നു പോവുക. മുത്തുനബി ഖബർസ്ഥാനിലൂടെ നടന്നു പോകുമ്പോ വല്ലാത്ത ശിക്ഷ, ഖബറിന്റെ അകത്ത് വല്ലാത്ത അദാബ് നടക്കുന്നു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞൊരു കമ്പെടുത്ത് കുത്തിവെക്കാൻ, ആ ഖബറിന്റെ മുകളിൽ ഒരു ചെടി നട്ടുവെക്കാൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ചെടിയൊക്കെ എന്തിനാ നടന്നതെന്ന് മനസ്സിലായോ? എന്തിനാ ഇപ്പൊ ഖബറിന്റെ മുകളിൽ ചെടി നട്ടുവെക്കേണ്ടത്? അടയാളത്തിനാണോ? എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണേ? എന്തിനാ ചെടി നടന്നേ? പറ. ഖബർ ചീത്തയാവാതിരിക്കാൻ. എന്തിനാ ഇപ്പൊ ചെടി നടന്നേ? ഇങ്ങനെ വെടികൊണ്ടതുപോലെ ഇരിക്കുക. അല്ലാഹു, ഈ ചങ്ങാതി ചെടി നട്ടാലേ അതിൻ്റെ ഇലകൾ, അതിൻ്റെ വേരുകൾ ആ മനുഷ്യന്റെ വളമെടുത്തിട്ട് വളരുമ്പോൾ അതിൻ്റെ ദുആ കിട്ടും. അതിനു വേണ്ടിയാ അല്ലാഹു. അതുകൊണ്ട് ഈ മൈലാഞ്ചി ചെടി ഒരുപാട് ഇലകളുണ്ടല്ലോ. മൈലാഞ്ചി ചെടികൾക്ക് ഒരുപാട് ഇലയുണ്ടല്ലോ. അതുകൊണ്ടാണ് മൈലാഞ്ചി ചെടി നടന്നത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. വല്ലാത്ത ശിക്ഷ നടക്കുന്നു ഖബറിന്റെ അകത്ത്. വല്ലാത്ത ശിക്ഷ നടക്കുന്നു. സ്വഹാബത്ത് ചോദിച്ചു, എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാ നബിയെ? എന്ത് പാപം ചെയ്തതിന്റെ പേരിലാ ഇവരുടെ ഖബറിന്റെ അകത്ത് ഇത്രയും വലിയ ശിക്ഷ? അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. കള്ളുകുടിച്ചതിന്റെ പേരിലാണോ? വ്യഭിചരിച്ചതിന്റെ പേരിലാണോ? പലിശ കച്ചവടം നടത്തിയതിന്റെ പേരിലാണോ? നിസ്കരിക്കാത്തതിന്റെ പേരിലാണോ? അല്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. സ്വലാത്ത് പറ. സ്വല്ലല്ലാഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് ഖബറിന്റെ അകത്ത് ഇത്രയും വലിയ ശിക്ഷ നടക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, മലമൂത്ര വിസർജനം നടത്തിയിട്ട് കഴുകാത്തവരല്ല, മലമൂത്ര വിസർജനം നടത്തിയിട്ട് വൃത്തിയാക്കാത്തവർക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയല്ല. നടുറോഡിൽ നിന്ന് മൂത്രമൊടിക്കുന്നവന്റെ കഥയല്ല പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, മലമൂത്ര വിസർജനം നടത്തിയിട്ട് പള്ളിയിലൊക്കെ വന്ന് മലമൂത്ര വിസർജനം നടത്തും. എന്നിട്ട് കണ്ടിട്ടുണ്ടോ, ഈ പ്രായമുള്ള ആൾക്കാരൊക്കെ എഴുന്നേറ്റ് നിന്ന് ഒന്ന് ചുമയ്ക്കും, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് എഴുന്നേക്കും, ഇരിക്കും, എന്നിട്ട് വീണ്ടും. എന്തിന്? മലമൂത്ര വിസർജനം നടത്തിയിട്ട് നല്ല രീതിയിൽ അത് ശുദ്ധീകരിക്കാത്തവർക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖബറിന്റെ അകത്ത് ഇത്രയും മൂത്രം ഒഴിച്ചിട്ട് കഴുകാത്തവനല്ല, കഴുകുന്നവന്. നമുക്ക് അങ്ങോട്ട് ഓടിപ്പോവാ, പെട്ടെന്ന് അങ്ങോട്ട് സിബ നിന്ന് ഡീസൽ അടിക്കുക, ഒറ്റ ഓട്ടം. പള്ളിയിൽ നിസ്കാരം നടക്കല്ലേ, മാമ നിക്കല്ലേ, ഓടി ഇങ്ങോട്ട് വരും, അങ്ങോട്ട് കയറും. പടച്ചവനെ ഒതുവെടുത്തിട്ട് കയറുമ്പോഴാണ് 2 തുള്ളി പാൻറ്റിനോട് താഴേക്ക് വീഴുന്നത്. അലച്ചിക്ക.
അരിക്കണം. നമ്മൾ ചെന്ന് മലമൂത്ര വിസർജനം നടത്തി സമാധാനത്തോടെ അവിടെ ഇരുന്ന് എഴുന്നേറ്റും ഇരുന്നും ചരിഞ്ഞിരുന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബാത്റൂമിൽ കയറുമ്പോൾ ഏത് കാലിനെ ആശ്രയിച്ചിരിക്കണമെന്നാണ് പഠിപ്പിച്ചേ. ശാസ്ത്രം എടുത്ത് നോക്ക്. ഡോക്ടർമാരോട് ഇടത് കാലിനെ ആശ്രയിച്ചിരിക്കണം. എന്തിനാ? മലമൂത്ര വിസർജനം നല്ല രീതിയിൽ പോകാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ ഓടിച്ചെന്നിട്ട് അങ്ങോട്ട് മൂത്രം ഒഴിച്ചിട്ട് ചാടി എഴുന്നേറ്റ് പോകുമ്പോൾ ഒരു തുള്ളി നമ്മുടെ വീണാൽ പിന്നെ അതുമായിട്ട് കയറി നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ പ്രായമുള്ളവർ നമ്മൾ കളിയാക്കും, എഴുന്നേറ്റ് ഇന്ന് തുമ്മുന്നട അതോ നടക്കുന്നട അല്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, മലമൂത്ര വിസർജനം നടത്തിയിട്ട് നല്ല രീതിയിൽ വൃത്തിയാക്കാത്തവനാ ഖബറിൻ്റെ അകത്ത് ഈ ശിക്ഷ. അപ്പൊ പിന്നെ കഴുകാത്തവൻ്റെ കാര്യം പറയണ്ടല്ലോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, ഉറക്കപ്പുറല്ല ഈമാൻ നൽകുമാറാകട്ടെ. താടിയുള്ളവരും പ്രായമുള്ളവനും എല്ലാം കാര്യം. അപ്പൊ ചോദിക്കൂ, ഉസ്താദെ നിങ്ങൾ പാൻറ്റിട്ടിരിക്കണം, നിന്റെ അടുത്ത് പാൻറ്റിടാൻ ഞാൻ പറഞ്ഞു. പാൻറ്റിടാൻ നല്ല സൗകര്യങ്ങളുണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. ഇതൊക്കെ നമ്മൾ നിസ്സാരമായി കാണാം. ഒരു മറയുമില്ലാതെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ തന്നെ പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുക പരസ്യമായിട്ട്. ഷാജിക്ക പണ്ട് തമിഴ്നാട്ടിൽ പോയൊരു കഥ പറഞ്ഞു. അത് പോട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പരസ്യമായി ഒരു മറ വേണ്ട സഹോദര. നിങ്ങളിതൊക്കെ ഇപ്പൊ ഉസ്താദെ ഇപ്പൊ പള്ളികൾ മൊത്തം അടച്ചിട്ടിരിക്കുന്നു, ഒന്ന് എത്രയോ മറ നോക്ക്. റോഡ് സൈഡിൽ നിൽക്കുന്നത് എന്തിനാ? അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, പ്രവാചകനും മറയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അങ്ങനെ മറ കിട്ടാതെ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തേ ചെയ്തതെന്നറിയുമോ? വെള്ളപാത്രവുമായി പ്രവാചകന്റെ പുറകിൽ പോയ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലതാ താഴ്വരയിലേക്ക് കടന്നു ചെന്നിട്ട് 2 വൃക്ഷങ്ങളുണ്ടല്ലോ. ഒരു വൃക്ഷത്തിന്റെ മുകളിൽ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കൈകൊണ്ട് പിടിക്കുകയാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ താഴ്വരയിൽ നിൽക്കുന്ന ഒരു ചെറു മരമുണ്ടല്ലോ, ആ വൃക്ഷത്തിന്റെ ഒരു കൊമ്പിൽ ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ അനുമതി പ്രകാരം നീ എന്റെ കൂടെ വാ. കഥയല്ല സഹോദരാ, നടന്ന സംഭവമാ. ഇമാം മുസ്ലിം തന്റെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. ബുഖാരി അതാ സഹീഹുൽ ബുഖാരി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രബലമായ ഹദീസിന്റെ ഗ്രന്ഥമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ സഹീഹ് മുസ്ലിം. അതിനകത്ത് അല്ലാഹുവേ കാണാ, റസൂലുള്ളാഹി ആ മരത്തിന്റെ ഒരു കൊമ്പിൽ പിടിച്ചിട്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ അനുമതിയോടുകൂടി എൻ്റെ കൂടെ വാ. പടച്ചവനെ, മുത്തുനബി മരത്തിന്റെ ഒരു കമ്പിൽ ഇങ്ങനെ പിടിച്ചപ്പോ സുബ്ഹാനല്ലാഹ്, വിശ്വസിക്കാൻ മടി തോന്നാ മുസ്ലിമേ, വിശ്വസിക്കാൻ നിനക്കും മടി തോന്നാ. എടാ, ഒരിക്കലും നിനക്കും മടി വേണ്ട. ഇത് കാണിച്ചത് മുത്തുനബിയല്ലേ, അല്ലാഹുവിന്റെ റസൂലല്ലേ, അല്ലാഹു ആദരിച്ച പ്രവാചകൻ. ജീവിതത്തിൽ ഒരിക്കൽ പോലും അല്ലാഹു മുഹമ്മദ് എന്ന് പേര് വിളിക്കാത്ത പ്രവാചകൻ, ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ പ്രവാചകൻ, ലോകത്ത് കടന്നു വന്ന സർവ്വ പ്രവാചകന്മാർക്കും ഇമാമത്തായി നിന്ന് നിസ്കരിച്ച പ്രവാചകൻ, അതാ മനസ്സ് വേദനിച്ചപ്പോ ഇസ്രാഉം മിറാജും എന്ന് പറയുന്ന അത്ഭുതകരമായ യാത്ര നടത്തിച്ച് അവിടെ നിന്ന് സമാധാനിപ്പിച്ചിട്ട് ഹൗലുൽ കൗസർ കൊടുത്ത പ്രവാചകന് അല്ലാഹു അത്രയും ആദരിച്ച മുത്തുനബിയാ. നാളെ ഖബറിന്റെ അകത്ത് നിന്ന് ആദ്യമായി എഴുന്നേറ്റ് വരുന്നത്, നാളെ സ്വർഗം തുറക്കുന്നത്, ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത കൊടുക്കുന്നത് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. അതാ മരത്തിന്റെ ഒരു കമ്പിൽ പിടിച്ചിട്ട് പറയുന്നു, അല്ലാഹുവിന്റെ അനുമതിയോടുകൂടി എന്റെ കൂടെ വാ. ജാബിർ തങ്ങൾ പറയുന്നു, സുബ്ഹാനല്ലാഹ്, മരം മുത്തുനബിയുടെ കൂടെ നടന്നു പോകും. മറ്റൊരു മരത്തിന്റെ അടുത്ത് ചെന്നു. ആ മരത്തെയും അല്ലാഹുവിന്റെ റസൂല് വിളിക്കുകയാ, അല്ലാഹുവിന്റെ അനുമതിയോടുകൂടി വരാറ്. എന്റെ പ്രിയപ്പെട്ടവരെ, 2 മരങ്ങളും ഭൂമിയിൽ നിന്നിങ്ങനെ അതാ ഇങ്ങനെ ഉയർന്നു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ പോയിട്ട് ഇങ്ങനെ മറയിട്ട് കൊടുക്കുകയാണ്. പ്രവാചകൻ അവിടെ നിന്ന് മലമൂത്ര വിസർജനം നടത്താ. 2
രണ്ട് മരങ്ങൾ ഇങ്ങനെ മറയിടുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ട് മരങ്ങളും ഇങ്ങനെ മറന്നു നിന്ന് കൊടുക്കുകയാണ്. പ്രവാചകന്റെ ആവശ്യം നിർവ്വാഹണം കഴിഞ്ഞു. അല്ലാഹുവിന്റെ അനുമതി പ്രകാരം എന്റെ മേൽ നിങ്ങൾ ഇരുവരും ഒന്നിക്കുക. തങ്ങൾ പറഞ്ഞു മറയിടാൻ. മരങ്ങൾ അവിടെ നിന്ന് ഒന്നിച്ചെങ്ങനെ മറയിട്ട് കൊടുത്തു. അത് കഴിഞ്ഞപ്പോ റസൂലുള്ള അവ രണ്ടിനോടും പറഞ്ഞു പഴയതുപോലെ പോയി നിൽക്കാൻ. സഹോദരാ, മരങ്ങൾ പഴയതുപോലെ എവിടെയാണോ നിന്നത് ആ പഴയ സ്ഥലത്തേക്ക് ആ മരം തിരിച്ചുപോയി നിന്നെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. ഇത് പ്രവാചകന്റെ മുഅ്ജിസത്താണ്, ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്താണ്. മൂന്നാമതൊരു സംഭവം കൂടെ കേൾക്കണോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഖാല ജാ അറാബിയ്യുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല ബിമാ അഅരിഫു അന്നക നബിയ്യുൻ ഖാല ഇന്ന ദഅവതു ഹാദൽ ഇദ്ഫ മിൻ ഹാദിഹി നഖലതി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് ഒരു അറാബി വരികയുണ്ടായി. എന്നിട്ട് അയാൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, താങ്കൾ പ്രവാചകനാണെന്ന് ഞാൻ എന്തുകൊണ്ടാണ് മനസ്സിലാക്കുക? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരു അറാബിയായ മനുഷ്യൻ കടന്നു വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് പറയുന്നു, നിങ്ങൾ നബിയാണെന്ന് പറയുന്നു, നിങ്ങൾ പ്രവാചകനാണെന്ന് എന്തുകൊണ്ടാണ് ഞാനിത് മനസ്സിലാക്കണ്ടേ എന്ന് പറഞ്ഞാൽ എനിക്കൊരു അടയാളം വേണം. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്, ഒരു നബിയാണെന്നുള്ളതിനൊരു അടയാളം എനിക്ക് വേണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ഈന്തപ്പനയിൽ നിന്ന് ഈ ഈന്തപ്പന കുല ഞാൻ വിളിച്ച് അത് എന്നിലേക്ക് വന്ന് ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കോ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങളൊക്കെ വെടികൊണ്ടതുപോലെ ഇരിക്കുക. ഇതെന്താ അപ്പ വിശ്വസിക്കാൻ പറ്റാഞ്ഞിട്ട? വിശ്വസിക്കാൻ പറ്റണില്ലല്ലേ? അതാ ഞാൻ പറഞ്ഞത്, മനുഷ്യനും ജിന്നുകളും മാത്രമേ ഉള്ളൂ വിശ്വാസം ഇല്ലാത്തത്, ബാക്കിയില്ലാത്തൊരു വിശ്വാസമാണ്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, ഒരു അറാബി വന്നിട്ട് ചോദിക്കുന്നു, നിങ്ങൾ നബിയാന്ന് പറയുന്നു, എനിക്ക് വിശ്വസിക്കാൻ എന്താ വല്ല അടയാളം വേണ്ടേ? ഞാൻ എങ്ങനെ വിശ്വസിക്കാം? ആ കാണുന്ന ഈന്തപ്പന മരത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ഈന്തപ്പഴ കുല എൻ്റെ അടുത്ത് വന്നിട്ട് ഷഹാദത്ത് കരിമ പറഞ്ഞാൽ നിങ്ങൾ മുസ്ലിം ആവോ? വിശ്വസിക്കോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യപ്പങ്ങനെ സമ്മതിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഈന്തപ്പന കുലയെ വിളിച്ചു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചപ്പോൾ ആ ഈന്തപ്പന കുല ഇങ്ങനെ ചാഞ്ഞു വന്നു. അവിടെ നിന്ന് പറയുന്ന ആ ഈന്തപ്പന കുല ഇങ്ങനെ ചാഞ്ഞു വന്നു. അതിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നു. പ്രവാചകൻ പറഞ്ഞു, ആരാധനക്കർഹൻ അല്ലാഹ്. അവിടെ നിന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞപ്പോ ആ ഈന്തപ്പന കുല അങ്ങോട്ട് സംസാരിക്കുക, ആ ഈന്തപ്പന അങ്ങോട്ട് പറയാതെ സാക്ഷ്യം വഹിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നത്, അടുത്തേക്ക് വീഴ്ന്നു പോകുന്നത് പോലെ ഈന്തപ്പന ഇങ്ങനെ വളഞ്ഞു വളഞ്ഞതങ്ങ് താഴെ വീണു പോകുമോ എന്ന് അത്ഭുതമായി. ഇങ്ങനെ ആ ഈന്തപ്പന കുല ഇങ്ങനെ മുത്തുനബിയുടെ ചാരത്ത് വന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അറാബിയുടെ മുന്നിലിരുന്നു കൊണ്ട് ഈന്തപ്പന കുല പോലും അവിടെ നിന്ന് സംസാരിക്കുകയാണ്. ഇത് അല്ലാഹുവിന്റെ പ്രവാചകനാണ്, ഈ മുഹമ്മദ് നബി അല്ലാഹുവിന്റെ പ്രവാചകനാണ്. ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, പറയുന്നത് മനുഷ്യനല്ല, മൃഗങ്ങളല്ല, ഒരു ഈന്തപ്പന മരത്തിന്റെ കുലയാ.
അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചപ്പോ ആ ഗ്രാമീണന്റെ മുന്നിൽ, ആ മനുഷ്യന്റെ മുന്നിൽ അല്ലാഹുവേ ഈന്തപ്പന മുല ഇങ്ങനെ വന്നിട്ട് അവിടുന്ന് ശഹാദത്ത് കലിമ പറയുകയാണ്. എന്നിട്ട് തിരിച്ചു പോകാൻ പറഞ്ഞു. പഴയതുപോലെ അവിടെ പോയി നിൽക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് കണ്ടപ്പോ അറാബിയായ മനുഷ്യന് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, നബിയേ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് അവിടുന്ന് ശഹാദത്ത് കലിമ പറഞ്ഞ മുസ്ലിമാവുകയാ. ആരാ പറയുന്നത്? ഇബ്നു അബ്ബാസ് തങ്ങളാണ്. ഇമാം തിർമിദി തന്റെ ഹദീസിൽ എഴുതി വെച്ചിരിക്കുകയാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇപ്പൊ 3 ചരിത്രം പഠിച്ചു. ഏതൊക്കെയാ പഠിച്ചേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഒന്നാമതായിട്ട് പ്രവാചകൻ യാത്രയിലായിരുന്ന സമയം ഒരു മരത്തെ വിളിച്ചപ്പോൾ അവിടുന്ന് ആ മരം എനിക്കൊരു നന്മ കാണിച്ചു തരുന്നത് പറഞ്ഞപ്പോൾ ഒരു മരം വന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞു 3 പ്രാവശ്യം. 2 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മലമൂത്ര വിസർജനത്തിന് പോയപ്പോൾ മരത്തിൽ പിടിച്ചിട്ട് കൂടെ വരാൻ പറഞ്ഞപ്പോൾ 2 മരങ്ങൾ പോയി ഒരുമിച്ച് പ്രവാചകന് മറയിട്ട് കൊടുത്തു. പഴയതുപോലെ തിരിച്ചുപോയി നിന്നു. 3 അറാബി പറഞ്ഞു, നിങ്ങൾ നബിയാണെന്ന് പറയുന്നു, ഞാൻ എങ്ങനെ വിശ്വസിക്കും? റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, ആ ഈന്തപ്പന മരത്തിന്റെ മുകളിൽ നിൽക്കുന്ന ആ ഈന്തപ്പന കുല നിന്റെ മുന്നിൽ വന്നിട്ട് ഷഹാദത്ത് കലിമ പറഞ്ഞ് സാക്ഷ്യം വഹിച്ച നീ മുസ്ലിം ആവുകയോ? ഒക്കെ അവിടെ നിന്ന് കാണിച്ചു കൊടുത്തു. കൂടെ അടുത്തു വന്നു. ഈന്തപ്പന കുല സംസാരിച്ചു, ഷഹാദത്ത് കലിമ പറഞ്ഞ് സാക്ഷ്യം വഹിച്ചു, തിരിച്ചുപോയി നിന്നു. ആ മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പറ സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد. അല്ലാഹുവേ, പടച്ചവനെ, ആ മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ആ പ്രവാചകനോടുള്ള സ്നേഹം നീ ഞങ്ങളുടെ ഹൃദയത്തിൽ നിറച്ചു തരണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ മുഅ്ജിസത്ത് കേൾക്കണോ? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ ഉഹദ് വഅബൂബക്കർ വഉമർ വഉസ്മാൻ ഫറജഫ ബിഹിം ഫഖാല ഉസ്ബതു ഉഹദ് ഫഇന്നമാ അലൈക നബിയ്യുൻ വസിദ്ദീഖുൻ വശഹീദാ. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു 3 പേരും കൂടെ ഉഹദ് മലയുടെ മുകളിൽ നിൽക്കുകയാണ്. സാധാരണ മലയല്ലല്ലോ ഉഹദ് മല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് പഠിക്കാനുണ്ട്. ഉഹദ് മലയെ കുറിച്ച് പഠിക്കാനുണ്ട്. വല്ലാത്ത നീളമാണ്. ഒരുപാട് കിലോമീറ്ററുകൾ നീളമുള്ള പർവ്വതമാണ് ഉഹദ് മല. ഇന്നും മദീനത്ത് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുമല്ലോ. ആ പർവ്വതമാണ് മുത്തുനബിയേ, സ്വർണ്ണമാക്കി തരാ നബിയേ. എവിടെ പോയാലും കൂടെ വരും നബിയേ, എവിടെ പോയാലും കൂടെ വരും നബിയേ. അല്ലാഹുവിന്റെ റസൂൽ വേണ്ടെന്ന് പറഞ്ഞ ഉഹദ് മല. ആ ഉഹദ് മലയുടെ മുകളിൽ അല്ലാഹുവിന്റെ പ്രവാചകനുണ്ട്. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, 4 പേരും കൂടെ ഉഹദ് മലയുടെ മുകളിൽ ഇങ്ങനെ നിൽക്കുമ്പോ അല്ലാഹുവേ, ഉഹദ് മല ഇങ്ങനെ വിറക്കുകയാണ്. ഉഹദ് മല ഇങ്ങനെ കുലുങ്ങുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ അതാ 4 പേരും കൂടെ ഉഹദ് മലയുടെ മുകളിൽ നിൽക്കുമ്പോ ഉഹദ് മല വല്ലാതെ വിറയ്ക്കുകയാണ്.
ഉഹുദുമല വല്ലാതെ എവിടെ നിന്ന് വിറയ്ക്കുകയാണ്. അവർക്ക് അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും ഇങ്ങനെ ഒന്ന് കുലുങ്ങുകയാണ്. ഉഹുദുമല കുലുങ്ങുമ്പോ ആ മലയുടെ മുകളിൽ നിൽക്കുന്നവരിങ്ങനെ ഒന്ന് വീഴാൻ പോകുന്നത് പോലെ ഇങ്ങനെ ഒന്ന് കാലിടറിയപ്പോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കാലുകൊണ്ട് ഉഹുദുമലയുടെ മുകളിലൊന്ന് ചവിട്ടുകയാണ്. ആ ഉഹുദുമലയുടെ മുകളിൽ മുത്തുനബി തന്റെ കാലുകൊണ്ടൊന്ന് ചവിട്ടുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പറയുകയാ, ഉഹദേ അടങ്ങുക, ഉഹദേ അടങ്ങുക. അതാ വിറയ്ക്കുന്ന ഉഹദ് മലയോട് അല്ലാഹുവിന്റെ പ്രവാചകന് കാലുകൊണ്ട് ചവിട്ടികെട്ടോ പറയുകയാണ്, അടങ്ങിയിരിക്ക്, അടങ്ങിയിരിക്ക്, നിന്റെ ചാട്ടം മാറ്റ്. ആരാണ് നിന്റെ മുകളിൽ നിൽക്കുന്നതെന്നറിയുമോ? ഒരു പ്രവാചകനും സിദ്ദീഖും, രണ്ട് ഷഹീദ്, രണ്ട് ശുഹദാക്കളുമാണ് നിന്റെ മുകളിൽ നിൽക്കുന്നത്. നീ അടങ്ങി നിൽക്കണേ എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 4 പേര്, മുത്തുനബി, അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു, 4 പേര്. ഇവരിങ്ങനെ 4 പേരും കൂടെ ആ പർവ്വതത്തിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുമ്പോ പർവ്വതം ഒന്ന് കുലുങ്ങാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാലൊന്ന് പൊക്കിയിട്ടൊരു ചവിട്ടി, കാലൊന്ന് ഉയർത്തിയിട്ടൊന്ന് ചവിട്ടി. എന്നിട്ട് പറയാ, ഒരു നബിയും ഒരു സിദ്ദീഖും 2 ശുഹദാക്കളുമാ നിന്റെ മുകളിൽ നിൽക്കുന്നത്, അടങ്ങിയിരിക്കാൻ. അപ്പൊ തന്നെ ആ പർവ്വതത്തിന്റെ ഇളക്കമങ്ങ് മാറി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, 1 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, 2 അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ. അവിടെ പിന്നെ സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ ആരാ സിദ്ദീഖ് എന്ന് പേരിട്ടത്? അബൂബക്കർ സിദ്ദീഖ്. സിദ്ദീഖ് എന്ന പേര്, സത്യസന്ധൻ എന്ന പേരിട്ടതാരാ? മഹാനായ നബിയുനാ റസൂലുള്ളാഹി, മഹാനായ നബിയുനാ റസൂലുള്ളാഹി. പ്രവാചകന സിദ്ദീഖ് എന്ന് പേരിട്ടത്. പിന്നെ പറഞ്ഞത് 2 ഷഹീദ്. നിങ്ങൾ മനസ്സിലാക്കണം, 2 ഷഹീദ് ആരാ? ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. റസൂലുള്ളാഹി ഉഹദ് മലയുടെ മുകളിൽ വെച്ച് തന്നെ പറഞ്ഞു, ഇവർ 2 പേരും ഷഹീദായിട്ടാ മരിക്കണേ. 2 പേരും ശുഹദാക്കളിൽ പെട്ടവരാണെന്ന് അതിനടയാളം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞപ്പോ ആ ഉഹദ് മല പോലും അനുസരിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒന്ന് ചവിട്ടിയിട്ട് അടങ്ങിയിരിക്കെന്ന് പറഞ്ഞപ്പോൾ ആ പർവ്വതം കേൾക്കാൻ തയ്യാറായി. ഇത് പ്രവാചകന്റെ മുഅ്ജിസത്ത്. മരങ്ങളോട് സംസാരിച്ചു, മൃഗങ്ങളോട് സംസാരിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂല് പർവ്വതത്തിനോടും സംസാരിച്ചു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ വിശദീകരിക്കുന്നില്ല. അൽഹംദുലില്ലാ, ഒരു സംഭവം കൂടെ പറഞ്ഞ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. കാരണം വെള്ളിയാഴ്ച രാവിലെ നാളെ ക്ലാസ് ഇല്ല. നാളെ ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് ഇൻഷാ അല്ലാഹ്, കാരണം നാളെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാളെ പരിപാടിയില്ല. കാരണം ശനിയാഴ്ച ബാംഗ്ലൂരാണ് പരിപാടി. അപ്പം അതുകൊണ്ട് നാളെ വൈകിട്ട് പോയേക്കും ഇൻഷാ അല്ലാഹ്. ഒരെണ്ണം കൂടെ കേട്ടൂടെ? ഇൻഷാ അല്ലാഹ്. വലിയൊരു ഹദീസ. عن أبي هريرة رضي الله تعالى عنه قال يقول الله الذي لا إله إلا هو إن كنت لأعتمد بكبدي على الأرض من الجوع وإن كنت لأصد حجرا على بطن من الجوع. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു മുഅ്ജിസത്ത് നിങ്ങൾക്ക് കേൾക്കണോ? മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്, അല്ലാഹുവിനെ സത്യം, ആരാധനക്കർഹൻ അവനല്ലാതെ മറ്റാരുമില്ല. ബിശപ്പിന്റെ കാഠിന്യത്തിൽ വയറ് നിലത്തിങ്ങനെ ചേർത്ത് വെച്ചിട്ട് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല. വയറിങ്ങനെ മണ്ണിലേക്ക് താഴ്ത്തി വെച്ചിട്ട് കമഴ്ന്ന് കിടക്കുകയാണ്. വിശപ്പ് സഹിക്കാൻ കഴിയാതെ അല്ലാഹുവേ, ആരെങ്കിലും അടുത്തുകൂടെ നടന്നു പോകുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്ന, ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല. അങ്ങനെ പറയുന്നത് എന്തിനു വേണ്ടി എന്നറിയുമോ? ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ,
ആരെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും കൊടുത്താലോ ആ മുസ്ലിമായതിന്റെ പേരിലല്ലേ ഇങ്ങനെ കിടക്കേണ്ടി വന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തന്റെ വയറിങ്ങനെ താഴെ വെച്ചിട്ട് അതാ വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഇങ്ങനെ കിടക്കുമ്പോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിരിക്കുകയാണ്. അബൂ ഹുറൈറ വിശപ്പ് സഹിക്കാൻ കഴിയാതെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ട് മണ്ണിലേക്ക് മലർന്നു കിടക്കുകയാണ്. അവിടെ നിന്നിങ്ങനെ കമിഴ്ന്നു കിടക്കുകയാണ്. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ നടന്നു പോകുന്നത്. അവിടെ അബൂ ഹുറൈറ വിളിച്ചു പറയുന്നു, ആരാധനയ്ക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല. അബൂ ഹുറൈറ തങ്ങൾ മിണ്ടാതെ നടന്നു പോവുകയാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഇങ്ങനെ മിണ്ടാതെ നടന്നു പോവുകയാണ്. കാരണം അബൂബക്കർ തങ്ങളുടെ കയ്യിൽ കൊടുക്കാനൊന്നുമില്ലല്ലോ. അതാ കുറച്ചു കഴിയുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രണ്ടാമത് ഉമർ തങ്ങളാണ് നടന്നു വരുന്നത്. അപ്പോഴും അബൂ ഹുറൈറ ഇതുപോലെ പറയുകയാണ്, ആരാധനയ്ക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല. ഉമറിനോടും അവിടെ ആവർത്തിച്ചു. കാരണം ലക്ഷ്യം വിശപ്പാ. കഴിക്കാൻ എന്തെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ. ഉമർ തങ്ങളും മിണ്ടാതെ നടന്നു പോവുകയാണ്. ഉമർ തങ്ങളും മിണ്ടാതെ നടന്നു പോയി. പക്ഷേ മൂന്നാമത് കടന്നു വരുന്നത് ആരെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ട് വിശപ്പ് സഹിക്കാൻ കഴിയാതെ വയറ് മണ്ണിലേക്ക് ചേർത്ത് പട്ടിണി കിടക്കുന്ന അബൂ ഹുറൈറ. അബൂ ഹുറൈറയുടെ ചാരത്തേക്ക് അള്ളാന്റെ റസൂൽ പെടന്ന് കിടന്നു വരികയാണ്. അള്ളാഹുവിന്റെ റസൂൽ വിളിക്കുന്ന അബൂ ഹുറൈറ, എന്റെ കൂടെ പോരുമോ നീ? വിശന്ന് കിടക്കുന്ന അബൂ ഹുറൈറയോട് അള്ളാന്റെ റസൂൽ ചോദിക്കുന്നു, എന്റെ കൂടെ നീ വരുന്നോ? എന്റെ കൂടെ വരുന്നോ? ലബ്ബൈക യാ റസൂലല്ലാഹ്. മുത്തുനബി വിളിച്ചപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു എഴുന്നേൽക്കുകയാണ്. അള്ളാന്റെ റസൂലിന്റെ വീട്ടിലേക്ക് കടന്നുപോയി. ലോകത്തിന്റെ നേതാവ് തന്റെ വീടിനകത്തേക്ക് കടന്നു. അബൂ ഹുറൈറ തങ്ങൾ ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, വീടിനകത്തേക്ക് ഞാനും കടന്നു വരട്ടെ? അബൂ ഹുറൈറ തങ്ങൾ അനുവാദം ചോദിച്ചു. അല്ലാഹുവിന്റെ റസൂൽ അവിടെ അനുവാദം കൊടുത്തു. പ്രവാചകൻ വീടിനകത്തേക്ക് കടന്നു ചെന്നപ്പോ ഒരു ചെറിയ പാത്രത്തിനകത്ത് അല്പം പാലിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ കുടുംബത്തോട് ചോദിച്ചു, ഇത് എവിടെ നിന്നാണ്? അതാ ഇന്നാള് കൊണ്ടുവന്നു കൊടുത്തതാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറയുന്നു, അബൂ ഹുറൈറ പോയിട്ട് സ്വഹാബികളെ മുഴുവനും വിളിച്ചു കൊണ്ടുവാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒരൽപ്പം പാലാണുള്ളത്. അവിടെ പറഞ്ഞു, നീ പോയിട്ട് മറ്റുള്ളവരെ കൂടെ വിളിച്ചു കൊണ്ടുവരാൻ. അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, എനിക്ക് വല്ലാതെ സങ്കടം തോന്നി. എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. ഒരാൾക്ക് പോലും കുടിക്കാൻ പാലില്ല. ഒരാൾക്ക് പോലും കുടിക്കാനില്ലാത്ത പാല്, ഒരു പാത്രത്തിനകത്ത് അല്പം പാല്, അത് ഒരാൾക്ക് പോലും കുടിക്കാനില്ല. അപ്പോഴാ പറയുന്നത്, പോയിട്ട് മറ്റുള്ളവരെ വിളിച്ചു കൊണ്ടുവരാൻ. അസ്ഹാബുൽ സുഫ് ഉണ്ടല്ലോ, വിളിച്ചു കൊണ്ടുവാ സഹാബാ. അബൂ ഹുറൈറ തങ്ങൾക്ക് ഇഷ്ടമില്ല, അബൂ ഹുറൈറ തങ്ങൾക്ക് മനസ്സില്ല. പക്ഷേ പ്രവാചകനല്ലേ പറയുന്നത്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞാൽ അനുസരിക്കണമല്ലോ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു മനസ്സില്ല, മനസ്സോടെ കടന്നു പോവുകയാണ്. കാരണം അത്രയും കഠിനമായ വിശപ്പ്, അത്രയും കഠിനമായ വിശപ്പ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അസ്ഹാബു സുഫിനോട് പറഞ്ഞു, എല്ലാവരെയും അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നു. ഉടനെ സ്വഹാബികൾ മുഴുവനും എഴുന്നേറ്റ് വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് കടന്നു വന്നു. റസൂലുള്ളാഹി തങ്ങളുണ്ടല്ലോ, ആ
ചെറിയ പാൽപാത്രം എടുക്കുകയാണ്. മുത്തുനബി അതിനകത്ത് കൈയിടുകയാണ്. എന്നിട്ട് പറഞ്ഞു, അബൂ ഹുറൈറ കൊണ്ടുപോയിട്ട് കുടിക്കാൻ കൊടുക്കുന്ന റസൂലുള്ള പറയുകയാ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഓരോ സ്വഹാബിയുടെ കയ്യിലും പാൽപാത്രം കൊണ്ടു കൊടുക്കുകയാണ്. അവര് വയറ് നിറച്ച് കുടിക്കുകയാണ്. ഒരാളല്ല, രണ്ടുപേരല്ല, എല്ലാവരും വയറ് നിറച്ചിങ്ങനെ കുടിക്കുകയാണ്. അവസാനം എല്ലാവരും കുടിച്ചു കഴിഞ്ഞു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ആ പാൽപാത്രം കൊണ്ടുപോയി തിരിച്ചു കൊടുക്കുകയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങള് അബൂ ഹുറൈറ തങ്ങള് വിശന്നിട്ട് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ട് വിശപ്പ് സഹിക്കാൻ കഴിയാതെ വയറ് മണ്ണി ചേർത്ത് വെച്ച് ഇങ്ങനെ കിടക്കാം. അപ്പോഴാ അബൂബക്കർ തങ്ങൾ പോയി, വല്ലതും ഉണ്ടോ? ഇല്ല. ഉമർ തങ്ങൾ പോയി, ഒന്നുമില്ല. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു, വാ. അബൂ ഹുറൈറ തങ്ങളെ വിളിച്ചു, വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി. വീട്ടിൽ ചെന്നപ്പോൾ ഒരല്പം പാലിരിക്കുന്നു. ഭാര്യയോട് ചോദിച്ചു, ഇത് എവിടെ നിന്നാ? ഇന്ന ആള് കൊണ്ടുവന്നതാ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, പോയിട്ട് അവരെല്ലാം വിളിച്ചോണ്ട് വരാൻ. പടച്ചവനെ, ഒരാൾക്ക് പോലും കുടിക്കാൻ പാടില്ല, പിന്നെ പോയിട്ട് നീ എല്ലാത്തിനെയും വിളിച്ചോണ്ട് വരാൻ. അബൂ ഹുറൈറ തങ്ങൾക്ക് അങ്ങോട്ട് ദഹിച്ചില്ല. എങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണോ, എല്ലാവരെയും പോയി വിളിച്ചു കൊണ്ടുവന്നു. പ്രവാചകൻ കൈവിരൽ വെച്ചിട്ട് കൊടുത്തിട്ട് പറഞ്ഞു കുടിപ്പിക്കാൻ. ഇങ്ങനെ കുടിപ്പിക്കാൻ തുടങ്ങി. ആ വന്ന എല്ലാ സഹാബികളെയും കുടിപ്പിച്ച് അവസാനം മഹാനായി നബിഗിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ആ കപ്പ് ഇങ്ങനെ കറങ്ങി പ്രവാചകന്റെ മുന്നിലെത്തി. റസൂലുള്ളാഹി തങ്ങളൊന്ന് പുഞ്ചിരിക്കാൻ തുടങ്ങി. ആകാശത്തേക്ക് നോക്കിയിട്ടൊന്ന് പുഞ്ചിരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങള് അവിടെ നിന്നിങ്ങനെ മുത്തുനബി ആകാശത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് എന്നെ വിളിച്ചു, അല്ലയോ അബൂ ഹുറൈറ. ഞാൻ ആ വിളിക്ക് ഉത്തരം കൊടുത്തു, ലബ്ബൈക യാ റസൂലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തിരിക്കാൻ പറഞ്ഞു. അബൂ ഹുറൈറ അല്ലാഹു തആല വിളിച്ച് അടുത്തിരിക്കാൻ പറഞ്ഞു, പാല് കുടിക്കാൻ പറഞ്ഞു. അബൂ ഹുറൈറ പാലം കെട്ട് കുടിക്കാൻ തുടങ്ങി. കുടിക്ക്, വീണ്ടും പറഞ്ഞു കുടിക്കാൻ. മദി നബിയെ കുടിച്ചോളാൻ പറഞ്ഞു. വയറ് നിറച്ചു. അബൂ ഹുറൈറ ഇനി എനിക്ക് ശ്വാസം മുട്ടും നബിയെ വേണ്ട. അബൂ ഹുറൈറ റളിയല്ലാഹു തആല പറയുന്നു, ഇനി ഞാൻ കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കൂല, എൻ്റെ തൊണ്ട വഴി ഇനി സ്ഥലമില്ല. അത്രയ്ക്കും കുടിച്ചു. തൻ്റെ വയറ് നിറയുന്ന രീതിയിൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അവസാനം പറഞ്ഞു, നബിയെ ഇനി എൻ്റെ വയറ്റിൽ സ്ഥലമില്ല, നബിയെ ഇനി എൻ്റെ വയറ്റിനകത്ത് സ്ഥലമില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാത്രം തിരിച്ചു വാങ്ങി അള്ളാഹുവിനെ സ്തുതിച്ചു. ശേഷം ബിസ്മി ചൊല്ലുകയും നബി ആ പാല് കുടിക്കുകയും ചെയ്തു. ഇമാം ബുഖാരി തങ്ങൾ സഹീഹുൽ ബുഖാരിയിലെ ഹദീസ് കാണാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഈ പാലെങ്ങനെയാ വർദ്ധിച്ചത്? അതാ മനസ്സിലാക്കണ്ടേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഒരാൾക്ക് പോലും കുടിക്കാനില്ലാത്ത പാല് ആ സഹാബ് പട്ടിണി കിടക്കുന്ന അസ്ഹാബ് സുഫിലെ സ്വഹാബത്ത് മുഴുവനും വയറ് നിറയണത് പോലെ. അതുകൊണ്ട് അബൂ ഹുറൈറ തങ്ങളെ വ്യക്തമായി പറഞ്ഞത്, വയറ് നല്ലതുപോലെ ഇനി എനിക്ക് സ്ഥലമില്ല എന്ന് പറയുന്ന രീതിയിൽ അത്രയും മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവർ അവിടെ നിന്ന് കുടിപ്പിച്ചു. അൽഹംദുലില്ലാ, അതായിരുന്നു പ്രവാചകന്റെ മുഅ്ജിസത്ത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വയറ് നിറയുവോളം അവിടെ നിന്ന് പ്രവാചകൻ കുടിപ്പിച്ചവരെ. ഇതാണ് പ്രവാചകൻ, ഇതാണ് ലോകത്തിന്റെ നേതാവ്. ഈ നബിയാണ് നമ്മൾ അറിയേണ്ടത്. ഈ നബിയെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ ആരാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോ, അല്ലാഹുവേ ആ പ്രവാചകനോടുള്ള മഹബ്ബത്ത് ഇങ്ങനെ വരികയാണ്. ആ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ അറിയാതെ പറഞ്ഞു പോകും. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രവാചകനോടുള്ള സ്നേഹം ഇങ്ങനെ അധികരിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിന്റെ രാജകുമാരനാവുകയാണ്, നമ്മുടെ കരളിന്റെ കഷ്ടമാവുകയാണ്. ആ മദീനയുമായി നമുക്കൊരു ബന്ധമുണ്ടാവുകയാണ്. ആ പുണ്യ നബിയുടെ മദ്ഹുകൾ നമ്മൾ പാരായണം ചെയ്യുകയാ. അത് മൗലിദാകട്ടെ, അല്ലാഹുവേ ബുർദയാകട്ടെ, എന്തുമാണെങ്കിലും പ്രവാചകനോടുള്ള മഹബ്ബത്ത് കൂടി കഴിയുമ്പോ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം കടന്നു വരുമ്പോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോ, പച്ചക്കൊടി കെട്ടാൻ, പള്ളികൾ അലങ്കരിക്കുവാൻ, വീടുകൾ അലങ്കരിക്കുവാൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹുകൾ പാടാൻ പടച്ചവനെ നമുക്ക് വല്ലാത്ത ഒരു ഉത്സാഹമാണ്. അത് സ്നേഹം കൂടിയതുകൊണ്ടാണ് ആ മുത്തിനെ
നബിയോടുള്ള സ്നേഹം കൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തു പോകുന്നത്. അത് പ്രവാചകനെ മനസ്സിലാകുന്നത് കൊണ്ടാ. അത് കാണുമ്പോ ചിലർക്ക് സഹിക്കണമെന്നില്ല. ഈ പ്രേമം അങ്ങോട്ട് കൂടുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണെന്ന് മനസ്സിലായി കഴിയുമ്പോ നമ്മൾ സലാത്ത് പറയും, നമ്മൾ മൗലിദ് പാരായണം ചെയ്യും, അവിടുത്തെ ബുറുദ ഓതും. ആ പ്രവാചകനുമായിട്ട് നമുക്കൊരു ബന്ധം ഉണ്ടാകും. ആ ബന്ധമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോ റബീഉൽ അവ്വൽ മാസം വരുമ്പോ നമ്മൾ കൊടി കെട്ടും. അത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല. റബീഉൽ അവ്വൽ മാസം വരുമ്പോ പള്ളിയിൽ മൗലിദ് ഓതും, നബിയോടുള്ള മഹബത്ത് പ്രകടിപ്പിക്കും. ആ പ്രവാചകന്റെ മൗലിദ്, ആ പ്രവാചകന്റെ മദ്ഹ് നമ്മൾ പറയും. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ, അത് അവനവന്റെ മനസ്സിന്റെ അകത്ത് മുത്തുനബി എങ്ങനെയുണ്ടോ അങ്ങനെ പ്രകടിപ്പിക്കും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആ പ്രവാചകൻ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് കയറി കഴിയുമ്പോ മുത്തുനബിയോടുള്ള മഹബത്ത് കാരണം ആ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോ പ്രവാചകന്റെ ജനനവും വഫാത്തും ഒരു മാസത്തിൽ തന്നെയാണെങ്കിലും ആ മുത്തുനബി ജനിച്ച ദിവസം നമ്മൾ സന്തോഷിക്കും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ല വേറെ ആരാ ഇതൊക്കെ കാണുമ്പോഴാ പറ്റാത്തത്? ഇത് കാണുമ്പോഴാ പുതിയ ബുദ്ധി കൂടിയവർക്ക് സഹിക്കാൻ പറ്റാത്തത്. ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ? നമുക്കതൊന്നുമല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ എന്താ പറയാ, വെള്ളത്തിൽ തവളയ്ക്ക് മസിൽ വെക്കണ പോലെ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ തലപൊക്കി കുറെ എണ്ണം വരാറുണ്ട്. അവർക്ക് അപ്പടാ, അവർക്ക് വേറെ വിഷയമൊന്നും ചർച്ച ചെയ്യാനില്ല. സ്വന്തം സംഘടനയിൽ അടി തീർക്കാൻ സമയമില്ല. സ്വന്തം കൈ എവിടെ കെട്ടണം, അതിനെക്കുറിച്ച് തൗഹീദിനെ കുറിച്ച് അവർക്ക് വിഷയം, അത് തന്നെ തീർക്കാൻ സമയമില്ല. അപ്പോഴാ കുറെ എണ്ണം വന്നിട്ട് വിദഅത്ത് ബർത്ത്ഡേ ആഘോഷിക്കുന്നു. ഇവന്റെ മക്കളുടെ ബർത്ത്ഡേ ആഘോഷിക്കുക, അതിന് കുഴപ്പമില്ല. സ്വന്തം മക്കളുടെ ബർത്ത്ഡേ, ഇവരുടെ വിവാഹ വാർഷിക ആഘോഷിക്കാം, ഇവന്റെ സംഘടനയുടെ വാർഷിക ആഘോഷിക്കാം, അല്ലേ? ഇവനൊക്കെ പറയുന്ന ഓരോ സംഘടനകളുണ്ടല്ലോ, ഈ സംഘടനയുടെ വാർഷിക ആഘോഷിക്കാം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതൊന്നും പെട്ടുപോകരുത്. നമ്മൾ ഇവര് പിഴപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കാം, പലതും പറഞ്ഞ് നമ്മളെ പിഴപ്പിക്കും, നമ്മുടെ യുവതലമുറയെ പിഴപ്പിക്കാൻ. അതും എന്താണ് ഇവനൊക്കെ, നിങ്ങൾ ചിന്തിക്ക്, മക്കത്ത് പോയിട്ട് മദീനത്ത് പോകാത്ത മനുഷ്യന്മാരല്ലേ പലരും. മക്കത്ത് പോയി ഹജ്ജിന് പോയിട്ട് മദീനത്ത് പോകത്തില്ല. ഇതിനാ അങ്ങോട്ട് പോകേണ്ട കാര്യം എന്താ? സ്വന്തം ഉപ്പാട കബറിൽ പോകാത്തവരായി ഇനിയിപ്പോൾ അവിടെ പോവാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പള്ളി സ്വന്തം ജന്മം കൊടുത്ത വാപ്പ മരിച്ചപ്പോൾ യാസീൻ ഓതാത്തവൻ, തൽക്കീൻ ഓതാത്തവൻ, ദുആ ചെയ്യാത്തവൻ, കബറിൽ പോയി തിരിഞ്ഞു നോക്കാത്തവനാ ഇനിയിപ്പോൾ ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ചിന്തിക്കണം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരിക്കലും നമ്മൾ അതിലൊക്കെ പെട്ടുപോകരുത്. പിന്നെ പറയേണ്ടവൻ അവൻ പറഞ്ഞുകൊണ്ട് നടക്കും, അവനും അറിയാം മുത്തുനബി ആരാണെന്ന്. നമ്മളെ കാലം നല്ലതുപോലെ അവൻ അറിയില്ലാഞ്ഞിട്ടൊന്നുമല്ല, അവർക്ക് നല്ല അറിവുണ്ട്. ആരാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? ആരാ ആ പ്രവാചകന്റെ മഹത്വം എന്താ? ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് മുത്തുനബിയുണ്ടോ, ആ നബി ഇറക്കി വിടാൻ ഒരു ശക്തിക്ക് കഴിയില്ല. അള്ളാഹു ആ ബന്ധം നിലനിർത്തി തരുമാറാകട്ടെ. മരിക്കണ കാലം വരെ ഓതണം അൽഹംദുലില്ലാ മൗലിദ്, ബുറുദ, ഇതൊക്കെ അങ്ങോട്ട് നല്ലതുപോലെ ഓരോ വരികളും എടുത്തതിൻ്റെ അർത്ഥമൊക്കെ അങ്ങോട്ട് നോക്കിയ അള്ളാഹുവേ, വിദഅത്ത് എന്ന് പറയാ എളുപ്പാ. ഇതൊക്കെ വിദഅത്ത് എന്ന് പറഞ്ഞ് തെറ്റാന്നൊക്കെ പറയാ എളുപ്പാ, നിരോധിക്കാൻ എളുപ്പാ. പക്ഷെ അതെന്താണെന്ന് ആദ്യം അതിൻ്റെ അർത്ഥങ്ങൾ ആകെ 4 വരി വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം പറയാൻ ഇവനറിയും. ആകെ അവരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് 4 വരി, അതിൻ്റെ അർത്ഥം പറഞ്ഞിട്ട് പറയും ഇത് ഇതിനകത്തുള്ളതെന്ന്. ബാക്കി എന്താണെന്ന് അവനറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനിൻ്റെ ആയത്ത് ഓതിയിട്ട് അർത്ഥം പറഞ്ഞു കൊടുത്തപ്പോൾ അബൂജഹൽ പറഞ്ഞു, മുഹമ്മദ് പറയണമൊന്നും കേൾക്കണ്ട, ചെവിക്കകത്ത് കൈയിട്ടിട്ട് നടന്നോളാം. കാരണം എന്താ, കേട്ടാൽ നന്നായി പോകും. ഉസ്താദന്മാരുടെ പ്രസംഗം കേൾക്കുക, ഞങ്ങളുടെ വാഴ്ത് മാത്രമേ കേൾക്കാവൂ, ഞങ്ങൾ പറയുന്ന പുസ്തകങ്ങൾ മാത്രമേ വായിക്കാവൂ, ഞങ്ങളുടെ ക്ലാസ്സുകളിൽ മാത്രമേ പങ്കെടുക്കാവൂ, ഞങ്ങളുടെ ഉസ്താദന്മാർ പ്രസംഗിക്കണേ കേൾക്കാവൂ, വേറെ ആര് പ്രസംഗിച്ചാൽ നന്നായി പോയാലോ സുന്നിയായി പോകും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. കേട്ട് കഴിഞ്ഞാൽ മാറിപ്പോകും. ഞാൻ ആരെയും വിമർശിച്ചതല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, പലരും ഓൺലൈനിലൂടെ ഉസ്താദ് നബിദിനത്തെക്കുറിച്ച് പറ, നബിദിനം ഉണ്ടോ ഇല്ലേ? എടാ ഞാൻ എന്താ അതിന് മറുപടി പറയില്ല, ഈ വായിപ്പോയി പോയത്. ഒരുപാട് പേര് ചോദിക്കുന്നത്, നിങ്ങളുടെ വാപ്പ ഉമ്മ മുൻഗാമികളിലേക്ക് ചിന്തിച്ചു നോക്ക്. ഇപ്പോഴല്ലേ ഇപ്പം ഇവരൊക്കെ വന്നേ? ഇതൊക്കെ ഇപ്പോഴല്ലേ വന്നേ? പണ്ടൊക്കെ അൽഹംദുലില്ലാ എന്തായിരുന്നു നല്ലൊരു കാലം. നബിദിനം എന്നൊക്കെ പറയുമ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു. അൽഹംദുലില്ലാ, അള്ളാഹു ആ നബിയോടുള്ള മഹബത്ത് നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു നിറച്ചു തരുമാറാകട്ടെ. നമുക്ക് സാധാരണ ഒരു മനുഷ്യനെന്ന് പറഞ്ഞിട്ട് തെല്ലാൻ പറ്റൂല, അതാ മനസ്സിലാക്കണ്ടേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കൂ, പഠിച്ചു നോക്ക്. ഒരുപാട് ഹദീസുകൾ അവിടെ നിന്ന്, എത്രയോ ഹദീസുകൾ, എത്രയോ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് നാം ആ പ്രവാചകനോടുള്ള മഹബത്ത് നമ്മുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ വീട്ടിലിരുന്ന് ഓത്. ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഓതാൻ മനസ്സില്ലെങ്കിൽ നിങ്ങൾ ഓതണ്ട, പക്ഷെ ആരെയും വിമർശിക്കരുത്, ഓതരുത് തെറ്റാന്ന് പറയണത് എന്തിനാ? നിനക്ക് പറ്റുമെങ്കിൽ നീ ഒരെണ്ണം സ്വന്തമായിട്ട് എഴുത്. ഞാൻ വെള്ളിയാഴ്ച പറഞ്ഞ പോലെ
പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷിഹാബണ്ണന് സ്വന്തമായിട്ട് ഒരെണ്ണം എഴുതാൻ പറ്റുമെങ്കിൽ ഒരു മദ് എഴുതിക്കോ. നമ്മൾ പാട്ടൊക്കെ പാടുന്ന ആളല്ലേ. സ്വന്തമായിട്ട് എഴുതാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചും മദ്ഹുകൾ നമുക്ക് എഴുതാം. ആ നബിയോടുള്ള മഹബത്ത് കാരണം എഴുതി നിങ്ങൾ വായിച്ചോ. ആരും വായിക്കണ്ടെന്ന് പറയണില്ലല്ലോ. എനിക്ക് വേണമെങ്കിൽ എഴുതാം, പക്ഷെ എനിക്ക് അറിവുണ്ടെങ്കിലല്ലേ എഴുതാൻ പറ്റൂ. ഈ മൗലിദ് എന്ന് പറയുന്ന ഈ ഗ്രന്ഥം അതെടുത്ത് ചോദ്യം നോക്കുക. അതിനകത്തുള്ളത് എല്ലാത്തിലും മൗലിദി മാത്രമൊന്നും അല്ലല്ലോ, മൗലിദിൽ മാത്രമൊന്നും അല്ലല്ലോ. ഈ റാത്തീബ്, മുഹിയുദ്ദീൻ റാത്തീബ്, എന്തെല്ലാം റാത്തീബിനെ തന്നെ അങ്ങനെ അതിനകത്ത് തെറ്റ് പറയുന്നവരുണ്ടല്ലോ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നിട്ട് പറയും തിന്നാൻ വേണ്ടി ഒരു ദിവസം തീറ്റയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാ, പോത്തിനെ അറുത്ത് തിന്നാൻ. ഞാൻ ഒന്നും ലൈവായി പോയി, അള്ളാഹു കാക്കമാറാകട്ടെ. അതുകൊണ്ട് പറഞ്ഞിട്ട് പറയും ഇത് തീറ്റയ്ക്ക് വേണ്ടി പോത്തിനെ വെട്ടിക്കൊടുക്കാൻ, ബിരിയാണി വെച്ചിട്ട് എല്ലാത്തിനും അടിച്ചു പൊളിക്കാൻ. നബി വഫാത്തായത് അന്നല്ലേ, നബിയുടെ വഫാത്ത് വന്നല്ലേ, ആ വഫാത്തിന്റെ ദിവസത്തിലെ മന്തി ബിരിയാണി തിന്നണേ. പാവോടാ പടച്ചവനെ, സ്വന്തം വാപ്പ മരിച്ചതിന് പോത്തിനെ വെട്ടി തിന്നവനാ പറയണേ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ പറഞ്ഞാൽ ലൈവ ആൾക്കാർ വിമർശിക്കുക. അതുകൊണ്ട് വെള്ളിയാഴ്ചയ്ക്ക് ഞാൻ ധൈര്യമായിട്ട് കയറി പറയാം. എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തി, എൻ്റെ പ്രഭാഷണം എല്ലാവരും കേൾക്കും, എല്ലാ സംഘടന ഞാൻ ആരെയും വിമർശിക്കാറില്ല, ഒരാളെയും അങ്ങനെ പേരെടുത്ത് വിമർശിക്കാറില്ല. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എൻ്റെ പൊന്നാര സഹോദരങ്ങളോട് സ്നേഹം കൊണ്ട് പറയുക, ചങ്ങാതി നിനക്ക് വേണമെങ്കിൽ നീ ഇല്ലെങ്കിൽ ചെയ്യണ്ട. എന്തിനാ നിന്റെ അവസാനം മോശമാക്കി കളയണേ? മദ്രസയിൽ പഠിക്കുന്ന ഒരു ഉസ്താദിനെ, ഒരു സാധാരണ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ഒരു മുഅദ്ദിനിനെ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നമ്മുടെ ആക്കിബത്ത് മോശമായി പോകില്ലേ? ഒരു ഇൽമു പഠിച്ച അറിവുള്ള ഒരാളെ നാം വേദനിപ്പിക്കുന്നതിലൂടെ നമ്മുടെ അവസാനം മോശമായി പോകും. അപ്പം ഇത്രയും ഹദീസുകളും പണ്ഡിതന്മാർ ഇതൊക്കെ പഠിച്ചു മനസ്സിലാക്കി അവരൊക്കെ നമ്മൾ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ രക്ഷപ്പെടും?